ജാർഖണ്ഡ് ഇന്ത്യയുടെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അവിടെ ഓരോ നിമിഷവും പ്രകൃതിയുടെ സൗന്ദര്യം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലകളും പുഴകളും വനങ്ങളും ക്ഷേത്രങ്ങളും നിറഞ്ഞ ഒരു നാട്. ഇവിടം സന്ദർശിക്കുവാൻ ഒരുപാട് സന്ദർശകരാണ് വരുന്നത്. ഈ ജാർഖണ്ഡിന്റെ പശ്ചിമ ബംഗാളിന്റെ അതിർത്തിയിൽ ശിൽപാഞ്ചൽ എന്ന സ്ഥലമുണ്ട്. റാണിപൂർ. ഇവിടെയാണ് ധാരാളം കൽക്കരി ഖനികളുള്ളത്. ഇവിടെ കൽക്കരിയുടെ കരിഞ്ചന്തകൾ വിളയാടുന്ന പ്രദേശമാണ്. ഈ കരിഞ്ചന്തയ്ക്ക് പറയുന്ന പേരാണ് കോൾ മാഫിയ. ഈ പ്രദേശത്ത് ഒരു ദിവസം SP അഭിജിത്ത് സർക്കാരിന്റെ കൊല നടക്കുകയുണ്ടായി. ഇത് കണ്ടോ? നോക്കൂ, നന്നായിട്ട് നോക്കൂ. പത്രത്തിൽ പോലീസുകാരെ നന്നായിട്ട് നാറ്റിച്ചെഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്ക്. കണ്ടോ? ഒരു IPS ഓഫീസറാണ് കൊല ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഒന്നും ചെയ്തില്ല. സ്വയം രക്ഷ ചെയ്യാൻ പറ്റാത്തവര് പബ്ലിക്കിനെ എങ്ങനെ സംരക്ഷിക്കും? പറ, എന്താ മിണ്ടാതിരിക്കണ? പറ. സാർ, വിക്രമിനെ ഇതുവരെ പിടിച്ചിട്ടില്ല സാർ. വിക്രമിനെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ട് സർ. ക്രിമിനൽ പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടും സാർ. പോലീസിന് നേരെയാണ് കുറെ ചോദ്യങ്ങൾ വരുന്നത്. 24 മണിക്കൂറിനകം വിക്രമനെ ലോക്കപ്പിൽ അടക്കണം. I want action immediately. Understand? Yes, sir. ഇൻസ്പെക്ടർ സാറേ, നമസ്കാരമുണ്ട്. നമസ്കാരം. ശങ്കർ ഭായ് എവിടെയാടോ? പൂജ ചെയ്യുക. कालीश्वरी नमः। ओम श्रीं 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 कालीश्वरी नमः। ശങ്കർ ഭായ്, ആദ്യ അമ്മയുടെ അനുഗ്രഹം വാങ്ങി നമുക്ക് എത്ര വേണമെങ്കിലും പിന്നീട് സംസാരിക്കാലോ. ഓം ശ്രീ കാളീശ്വരി നമ. കാളീശ്വരി നമ. ഇനി പറയൂ ഇൻസ്പെക്ടർ, എന്താ ഈ വഴിയൊക്കെ? വിക്രം എവിടെയാ? ഇത് പോലീസുകാർ അന്വേഷിക്കേണ്ട ജോലിയല്ലേ ഇൻസ്പെക്ടർ? വിക്രമൻ എവിടെയാണെന്ന് എനിക്കും അറിയണമെന്നുണ്ട്. ഞാൻ പറയുന്ന കേക്ക് ഭായ്, എല്ലാവർക്കും അറിയാം വിക്രം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ആണെന്ന്. നിങ്ങളുടെ വളരെ അടുത്ത ആളായിരുന്നല്ലോ. അപ്പൊ അവനെ രക്ഷിക്കാനല്ലേ നിങ്ങളൊക്കെ നോക്കൂ. പക്ഷെ നിങ്ങൾക്കറിയാലോ, കുറ്റവാളിയെ രക്ഷിക്കുന്നവൻ ശരിക്കും കുറ്റവാളി തന്നെയാ, കേട്ടോ? ഇൻസ്പെക്ടർ, എന്തു പറ്റി? പറ, വിക്രം എവിടെയാണെന്ന്. എന്റെ ദൈവമേ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ച പോലെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിങ്ങനെ പറയൂ. ഭായ്, ഞാൻ എന്തിനാ വന്നേന്നറിയോ? നിങ്ങളോട് സൂക്ഷിക്കാൻ പറയാനാ വന്നേ. SP സാറ് മരിച്ചതിന് ശേഷം മുകളിൽ നിന്ന് എല്ലാവർക്കും നല്ല പ്രഷറാ വരുന്നത്. ഞാൻ എന്താ പറയണേന്ന് വെച്ചാ, കുറച്ചു ദിവസം നിങ്ങളുടെ ഈ ജോലിയൊക്കെ ഒന്ന് കുറച്ചെങ്കിലും വളരെ നന്നായേനെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, ഒരു പ്രോബ്ലം ഇല്ല. വിക്രമിനെ കുറിച്ചുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തോൻ എന്നെ വേണം അറിയിക്കാൻ. ആ പരമനാറി SP സാറിനെയാണ് കൊന്നിരിക്കുന്നത്. അവന് എത്ര ധൈര്യം ഉണ്ടായിരിക്കണം! ആദ്യം അവനെ കിട്ടിയാൽ എനിക്ക് വിട്ടു തന്നേക്കണം. പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു, മനസ്സിലായോ? നല്ല കാര്യം, പ്രയോജനമുള്ള കാര്യം തന്നെയാ പറഞ്ഞ.
ഇത് തന്നാലല്ലേ താൻ വായടയ്ക്കൂ. നിങ്ങൾക്ക് എന്നോട് എന്തൊരു സ്നേഹ, പക്ഷെ സർക്കാരിനില്ല. തന്റെ മറ്റുള്ള പോലീസുകാരെ എന്റെ കാര്യങ്ങളൊന്നും നോക്കാറേയില്ല. എന്റെ നിഷ്കളങ്കരായ പിള്ളേരെയൊക്കെ പിടിച്ച് പോലീസുകാര് ജയിലിലിട്ടിരിക്കുക. എന്തിന്? അങ്ങനെയൊന്നുമില്ലെന്നേ, അതൊക്കെ വെറുതെ ഒരു പുറംപൂച്ചല്ലേ. അവരെ ലോക്കപ്പിലിട്ട് തിന്നാൻ കൊടുത്ത് വെറുതെ വിടും. അതൊക്കെ ഓർത്ത് ടെൻഷനേ വേണ്ട, ഞാനുണ്ടല്ലോ. വെറുതെ ഓം ശ്രീ കാളീശ്വരി നമ. ഓം ശ്രീ കാളീശ്വരി നമ. ശ്രീ നിങ്ങൾ രണ്ടാളൊന്നും ഇങ്ങോട്ട് വന്നേ. പറയൂ ബായ്, എന്താണ്? ആ ശരി ശരി. ഈ കള്ളനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ വിക്രമനെ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റൂ. എങ്ങനെയാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് തന്നെ അവനെന്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ, ജീവനോടെ. ജീവനുള്ള ഒരു ഒറ്റത്തടി മനുഷ്യനെ പെട്ടെന്ന് അങ്ങോട്ട് കാണാതായി. പോലീസുകാർ പോലും അന്വേഷിച്ചിട്ട് അവനെ കണ്ടുപിടിക്കാനായിട്ടില്ല. അതായത് ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്ന് അറിയോ വിക്രം? അവൻ എവിടെയാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കേ. നമ്മൾ അവനെ എത്രയും വേഗം ഇൻവാലിഡ് ആക്കിയില്ലെങ്കിൽ അവൻ പിന്നെ നമ്മുടെ വാലിഡിറ്റി എക്സ്പയർ ആക്കി കളയും. എന്ത് പറ്റി രാമചേട്ടാ? മേഡം ഓയിൽ പൈപ്പ് പൊട്ടിപ്പോയി, മെക്കാനിക്കിനെ വിളിക്കേണ്ട വരും. ഓ മൈ ഗോഡ്, ഇതിപ്പോ ഒരുപാട് സമയമാവല്ലോ. ആ അതെ, കുറെ സമയം എടുക്കും. ശരി, എന്നൊരു മെക്കാനിക്കിനെ വിളിച്ച് നന്നാക്കാൻ നോക്ക്. ഞാൻ വേറെ ക്യാബ് കിട്ടുമോ നോക്കട്ടെ. അങ്ങനെ ചെയ്യാം. ശരി മേഡം. ബ്രോ, ഈ ബസ് എങ്ങോട്ടാ പോകുന്നത്? രാജ്പൂർ. ഒരു സീറ്റ് കിട്ടുമോ? ആ ഓക്കെ. ഏയ്, ഇതെന്താ ചെയ്യുന്നേ? കൈയെടുക്കാം, കൈ വിടാനാ പറഞ്ഞേ. ഏയ് ഏയ്, പറയടാ, എവിടെയെന്ന് പറയാൻ.
അവിടെ നിൽക്കണം. സമ്മതിച്ചു, ഇനി മേലെ ഈ പണി കാണിച്ചിട്ടുണ്ടല്ലോ. സമ്മതിച്ചു മോന്തടിച്ച് ഞാൻ പപ്പടാക്കും. എന്നെ ഉണ്ടല്ലോ, എന്റെ ഞാൻ- കൂട്ടുകാരുടെ അടുത്ത് കൂടി പറഞ്ഞേക്ക്. ഓർഡറാ. Excuse me. ഹേ താങ്ക്സ്. എന്തിനാ അത്? നിങ്ങൾ റൗഡീസിന്റെ അടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചില്ല, അതിനാ. ഞാൻ നിങ്ങളെ മാത്രമല്ല രക്ഷിച്ചത്, എല്ലാവർക്കും വേണ്ടിയാ ഞാൻ അവരെ തല്ലിയേ. ആ അപ്പൊ ആ എല്ലാവരിലും ഞാനും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞത് കേട്ടോ. അതിന്റെ ഒരു ആവശ്യമില്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഉം. സ്ത്രീകളെ അപമാനിക്കുന്ന കാണുമ്പോ എനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. ആ ബൈ ദ വേ, എന്റെ പേര് പ്രിയാന്ന. നിങ്ങളുടെ പേരെന്താണ്? പെട്ടെന്നൊരു ദിവസം കണ്ടിട്ട് പേര് ചോദിക്കുന്നത് ശരിയല്ല. വീണ്ടും കാണാനിടയായാൽ അന്നേരം ഞാൻ പേര് പറയാം. വരട്ടെ. ഇയാള് ശരിക്കൊരു സൂപ്പർമാൻ തന്നെ. അങ്ങനെയാണോ? അതിനുശേഷം പിന്നെന്താ ഉണ്ടായേ? അതിനുശേഷം എന്തുണ്ടായെന്നോ? എന്തുണ്ടാവാനാ? സൂപ്പർമാന്റെ എൻട്രി ആയി, പിന്നെ ഇങ്ങനെ സോറി അച്ഛാ, അച്ഛനെ വിശ്വസിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് മോശ സ്ഥിതിയായി. അവരുടെയൊക്കെ സ്ഥിതി ആകെ വഷളായി. എന്താ പറയാ? എന്തൊരു കാലമായത്. പട്ടാപ്പകൽ ഇങ്ങനെയൊക്കെയാ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയാ പുറത്തിറങ്ങി നടക്കുക? ചായ കുടിക്കാച്ചാ. നീ പറഞ്ഞത് ശരിയാ മോളെ. അതിരിക്കട്ടെ, നിന്റെ ട്രെയിനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിനിങ് നല്ല അടിപൊളിയായിരുന്നു. അല്ല, നീ എപ്പോഴാ കോളേജിൽ പോകുന്നത്? നാളെ തുടങ്ങി പോവാന്നാ വിചാരിക്കുന്നത്. കാരണം എക്സാം കുറച്ച് ദിവസമേ ഉള്ളൂ. വെരി ഗുഡ്. അച്ഛാ ഒരു കാര്യം, ആ ചെക്കൻ എന്നെ രക്ഷിച്ചില്ലേ, വളരെ വ്യത്യസ്തമായ സ്വഭാവാ. ഞാൻ അവനോട് താങ്ക് യു പറയാൻ ചെന്നപ്പോഴേ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ? അവനെന്താ പറഞ്ഞേ? ഞാൻ ഈ ചെയ്തതൊക്കെ അതെന്റെ കർത്തവ്യമാണെന്ന്, സ്ത്രീകളെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരുത്തനാന്ന്. അത് കൊള്ളാമല്ലോ. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ മനുഷ്യരുണ്ടോ? അച്ഛൻ പെട്ടെന്ന് മറന്നുപോയോ? ഇതുപോലെ തന്നെ നല്ലൊരു മനുഷ്യനും ഈ ലോകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളും ഇങ്ങനെ തന്നെയായിരുന്നു. അത് നിങ്ങളുടെ മോനാണ് അച്ഛാ. അദ്ദേഹത്തിന് ഏത് സമയവും സ്വന്തം ഡ്യൂട്ടിയും ഉത്തരവാദിത്വവും ചുമതലയുമായിരുന്നു വലുത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് എത്ര പെട്ടെന്നാ ഈ ലോകം വിടേണ്ടി വന്നത്. മരുമോളെ, അത് എന്നാ മോളെ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ലിറ്റിൽ ഗേൾ, ഇന്ന് രാജുചേട്ടൻ മോളെ സ്കൂളിൽ കൊണ്ടുവിടും കേട്ടോ. എന്നാ ഇറങ്ങട്ടെ. അമ്മായി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ സൂപ്പർമാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണോ? ആ ഒറ്റയടിക്ക് ദൂരെ തെറിച്ചു പോകും. ആ സൂപ്പർമാനെ എനിക്ക് ശരിക്കും പരിചയപ്പെടണമെന്നുണ്ട് അമ്മായി. ഒരു ദിവസം ചെയ്യാട്ടോ. ചിലപ്പോ ഞാൻ വീണ്ടും കാണാൻ പറ്റിയ തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം. ജോണി, എടാ ജോണി, എവിടെയാടോ? യെസ് സർ, ചീഫ് എഞ്ചിനീയർ ജോണി ദാ ഇവിടെ തന്നെയുണ്ട്. ഇനി എത്ര നേരം പിടിക്കും? ജോലി ആയില്ലേ? എല്ലാ സ്ക്രൂവും ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. 4 ടയർ അങ്ങോട്ട് പിടിപ്പിച്ചാലേ ഫ്ലൈറ്റ് പോകുന്നില്ല, അങ്ങ് പാഞ്ഞു പോവും. ഓ എടാ മരക്കഴുത, എന്ത് പറ്റി? ഈ ബ്രേക്ക് ഉണക്കാൻ വെച്ചത് നിന്റെ അപ്പം വന്നാ ഇടുക? അച്ഛനും ഇതായിരുന്നു പണി. വയസ്സായപ്പോ മരിച്ചുപോയി. അച്ഛനായിട്ട് എന്താ നിങ്ങളുടെ ബന്ധം? ബ്രേക്ക് ആരാ ഇടുക? അച്ഛോ, ഈ കാര്യം ഞാൻ മറന്നുപോയി. നിന്റെ ഈ മറവി കാരണം എന്റെ വർക്ക്ഷോപ്പ് തന്നെ അടക്കേണ്ടി വരും. ഇവിടെ കുറെ കൊല്ലായല്ലോ, ഒരു പണിയും ശരി ചെയ്യാൻ അറിയില്ലല്ലേ. എന്നെ ഇങ്ങനെ വഴക്ക് പറയില്ല. ഇപ്പൊ തന്നെ സ്ക്രൂ ഞാൻ ടൈറ്റ് ചെയ്തേക്കാം. 5 മിനിറ്റ് ആവത്തുള്ളൂ. പറയാനാ? എപ്പ നോക്കിയാലും ഹലോ ബ്രോ. ആ എന്താ പറയ്. റഹീമംഗലിനെ കാണാൻ പറ്റുമോ? ഇവിടെ നിൽക്ക്, ഇപ്പൊ വിളിക്കാം. ഞാനാണ് റഹീം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? കൊക്കൂൺ ബായാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഓ ഹാ പുള്ളി എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അതെ, ഒരു കാര്യം പറഞ്ഞ മോൻ തെറ്റിദ്ധരിക്കരുത്. അതൊന്നും സാരമില്ല.
അതായത് ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് കടപ്പെട്ടവനാ. അത് എത്രയൊക്കെ പറഞ്ഞാലും തീരില്ലെന്നേ. അതായത് നിനക്കിവിടെ ജോലി ചെയ്യാൻ പറ്റും, പുറകെ താമസിക്കാൻ ഒരു മുറിയുണ്ട്, അവിടെ താമസിക്കാം. അദ്ദേഹം പറഞ്ഞയച്ചതുകൊണ്ട് നിനക്ക് നല്ലൊരു ജോലി തന്നെ നോക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഏത് ജോലിയും ഞാൻ ചെയ്തോളാം. എന്നാ ശരി, പിന്നെ ഒട്ടും വിഷമിക്കണ്ട. തൽക്കാലം നീ ഇവിടെ എന്തെങ്കിലും ജോലി നോക്ക്. പിന്നെ ഒരു ദിവസം നിന്നെ ഞാൻ വലിയ മുതലാളിയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോവാം. അതാരാ? ആ പുള്ളി വലിയൊരു ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഉടമസ്ഥനാ. നല്ല മനസ്സാ അദ്ദേഹത്തിന്. അദ്ദേഹത്തോട് പറഞ്ഞാ ശരിക്കും നിനക്ക് നല്ല ജോലി കിട്ടും. അല്ല, നിന്റെ പേര് ചോദിച്ചില്ല? ജീവൻ. വളരെ നല്ല പേര്, നന്നായിട്ടുണ്ട്. എടോ ജോണി, എന്തുവാ ഇങ്ങോട്ട് വന്നേടോ. പറയൂക്ക. ഇവന്റെ പേര് ജീവൻ എന്നാ. ഓ, ഇവനിപ്പോ ജീവനോടെ ദിവസം പറയാതെടോ. താൻ ചെന്ന് തന്റെ ബാഗ് എടുത്ത്. പിന്നെ ഇന്നു മുതൽ അയാൾ ഇവിടെയാ താമസിക്കുന്നത്. അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. എന്തോന്നാ പേര്? ജീവൻ. ഓക്കെ ഓക്കെ. ഒരുപാട് ദൂരത്തുനിന്ന് വരെയല്ലേ, ഭയങ്കര ക്ഷീണം കാണും. റെസ്റ്റ് എടുത്താ നാളെ രാവിലെ മുതൽ എന്റെ ശിക്ഷണത്തിലാണ് നിന്റെ ജോലി തുടങ്ങുന്നത്. എനിക്കൊരു ടെൻഷനും ഇല്ല, ഞാനുണ്ടല്ലോ. നിന്റെ ടെൻഷന്റെ എല്ലാ സ്ക്രൂവും ഞാൻ ടൈറ്റ് ചെയ്തോളാം. നിനക്ക് ടൈറ്റ് ചെയ്യാൻ അറിയോ? അത് സ്ക്രൂ മാത്രമല്ല, അത്യാവശ്യം വന്ന എല്ലാം ടൈറ്റ് ചെയ്യാൻ അറിയാം. വളരെ നല്ലത്. നീയാളും എടുക്കനാ. അത് പിന്നെ ഇവൻ എല്ലാം ടൈറ്റ് ചെയ്യോ? എന്റെ ഭഗവാനെ. Where is my little princess? Where is my little princess? ഹലോ കുഞ്ഞേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്ത് പറയാനാച്ചാ, അവക്ക് വേണ്ടെന്നാ പറയുന്നേ. നമസ്കാരമുണ്ട് വലിയ മുതലാളി. അല്ല, ഇതാരാ? കുറെ കാലം ആയല്ലോ. അസ്സലാമു അലൈക്കും റഹീം ഭായ്. വാലൈക്കും അസ്സലാം. ഇതാരാ കൂടെ വന്നേക്കുന്നേ? ഇവന് വേണ്ടി അങ്ങുന്നെ കാണാൻ ഞാൻ വന്നേ. ഇതെന്റെ നാട്ടിൽ നിന്ന് വന്നവനാ. വളരെ നല്ല ചെക്കനാ. ഒരു നല്ല ജോലിയുടെ ആവശ്യം ഉണ്ടായിരുന്നു മുതലാളി. അങ്ങുന്ന് ഇവന് ഒരു നല്ല ജോലി കൊടുക്കുവാണെങ്കിൽ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, കോളേജിൽ പോകാൻ ലേറ്റായി. എന്റെ പേര് പ്രിയാന്ന. നിങ്ങളുടെ പേരെന്താണ്? അല്ല, നിങ്ങളല്ലേ അത്? സൂപ്പർമാൻ, നിങ്ങളെവിടെ? അല്ല മോളെ, നിനക്ക് ഇവനെ അറിയാമോ? അതായത് അച്ഛാ, അന്ന് ഞാൻ പറഞ്ഞല്ലേ ബസ്സിലെ ഡിഷും എന്ന് പറഞ്ഞെന്ന്. അത് ഈ സൂപ്പർമാനെ എന്നെ റൗഡീസിന്റെ അടുത്തുനിന്ന് രക്ഷിച്ചത്. അത് ശരി. അപ്പൊ അയാളാണ് നീയല്ലേ? ഓക്കെ, നീ ഇവിടെ വരുന്നതിന് മുമ്പേ നിന്റെ ന്യൂസ് ഇവിടെ എത്തി. നീ ഒരു നല്ല മനുഷ്യനാന്നുള്ള സർട്ടിഫിക്കറ്റും ഇവിടെ കിട്ടി. അതുകൊണ്ട് നിനക്കൊരു നല്ല ജോലി തരാതിരിക്കാനാണ്. അത് ശരിയാങ്ങുന്നേ. ഇവനൊരു ജോലി കിട്ടിയാ ഇവന്റെ കുടുംബം ഒന്ന് രക്ഷപ്പെട്ടു പോയി. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? അതേ, നന്നായിട്ട് ഓടിക്കും സാർ. അപ്പൊ പിന്നെ എന്തിനു താമസം? നാളെ മുതൽ നീ പ്രിയെ കോളേജിൽ കൊണ്ടുവരണം. പിന്നെ നീ നല്ലൊരു ഫൈറ്ററും കൂടിയാണല്ലോ. അതുകൊണ്ട് ഇന്ന് മുതൽ നീ പ്രിയയുടെ ബോഡി ഗാർഡ്. പിങ്കി, നിങ്ങൾ അമ്മയുടെ ബോഡി ഗാർഡ് ആണെങ്കിൽ ഇന്ന് മുതൽ എന്റെയും ബോഡി ഗാർഡ് ആവണം കേട്ടോ അങ്കിൾ. ശരി, വേഗം വന്നേ, സ്കൂളിൽ പോകാൻ ലേറ്റ് ആവും. വാ, റെഡി ആവാനുണ്ട്. ബൈ സൂപ്പർമാൻ. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ പേരെന്താന്ന് പറയോ? ജീവൻ. എന്തേ? പൊട്ടിപ്പോയോ? എന്താ പൊട്ടിയത്? അത് സ്ക്രൂ ടൈറ്റ് ആയിരുന്നു. സ്ക്രൂ ടൈറ്റ് ആയോ? നിങ്ങള് എന്റെ ഒന്ന് ടൈറ്റ് ചെയ്ത് തരാവോ? എന്താ ലൂസ് ആയിട്ടുള്ള? എന്താ ടൈറ്റ് ഞാൻ ചെയ്യണ്ടേ? എന്റെ കാര്യമല്ല പറഞ്ഞത്, എന്റെ സൈക്കിളിന്റെ ബ്രേക്ക് ടൈറ്റ് ചെയ്ത് തരുമോ? അത് ഇവിടെ ഉണ്ടല്ലോ, വണ്ടിയുടെ സ്ക്രൂ ആ ടൈറ്റ് ചെയ്യുന്നേ. അതുകൊണ്ട് സൈക്കിളിന്റെ എങ്ങനെയാ? ചെയ്യാം. നിങ്ങളുടെ അഴിഞ്ഞിരിക്കുന്ന സകലതും നമുക്ക് ടൈറ്റ് ചെയ്തേക്കാം. എനിക്കറിയാം. എന്നാ ചെയ്തോ, വേഗം ആട്ടെ. തീർച്ചയായും. കഴിഞ്ഞല്ലോ. എന്താ കഴിഞ്ഞു? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു? ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ പണിയും ചെയ്യുന്നേ. ഓ, പെട്ടെന്ന്. താങ്ക് യു. എന്നാ പോട്ടെ. എവിടെയാ പോവണ്ടേ? ഞാൻ പോകുന്നത് സിറ്റി കോളേജ്. ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുവാ? ഒന്നാ പേര് പറയൂ. ആള് കൊള്ളാലോ, പേരൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ.
എന്റെ പേരെന്താന്നറിയണോ അല്ലേ? എന്റെ പേര് ചാന്ദിനി എന്നാ. എന്തു പറ്റി? നിങ്ങളുടെ സ്ക്രൂ ടൈറ്റ് ആയോ? അല്ല, ഞാനില്ല ഇവിടെ. ടാറ്റാ. തലവരെ മാറ്റല്ലേ. കൊറേ നാളായി ഞാൻ ശ്രമിക്കുന്നു. ഭഗവാനേ, ഇത്തവണെങ്കിൽ ഈ പ്രേമം ഒന്ന് സക്സസ്ഫുൾ ആക്കി തരണേ ഭഗവാനേ. ഞാനേ രസമുള്ള പാട്ടുകളാ. ഇത്ര സിദ്ധി എങ്ങോട്ടാ? എടാ, ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഇവള് മൈൻഡ് ചെയ്യാണ്ട് പോയി കളഞ്ഞു. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ച. കരുതണ്ട, മര്യാദയ്ക്ക് ഇവരുടെ ശല്യം കൊണ്ട് പെൺകുട്ടികൾ ഇവിടെ വരാറേയില്ല. അവള് പോകുന്ന സ്റ്റൈല് കണ്ടോ? എന്റെ അമ്മോ, ഇവരാരെന്തു പറയാനാ? വലിയ കോടീശ്വരന്മാരുടെ തല തിരിഞ്ഞ മക്കളാ. ഇവരുടെ അച്ഛനമ്മമാരും പോലീസുകാരോട്ടൊക്കെ ഭയങ്കര ചങ്ങത്താ. ആരെങ്കിലും ഇവരെ കുറിച്ച് കുറ്റം പറഞ്ഞ പിന്നെ അവൻ കുടുങ്ങിയത് തന്നെ. ഹായ് പ്രിയ. ഹായ്. അല്ല, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, നല്ല ഡോക്ടർ അമ്മയോട് ഇപ്പൊ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. നിനക്കറിയോ, അമ്മയെ കുറിച്ച് ഓർത്ത് ഞാൻ ആകെ ടെൻഷനില്ല. വീട്ടില് ഞാനും അമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഏയ്, ഇതാരാ നിന്റെ കൂടെ? ബോയ് ഫ്രണ്ട് ആണോ? അല്ലല്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. ഇതെന്റെ ബോഡി ഗാർഡാ. ബോഡി ഗാർഡോ? എന്താ പറയുന്നേ? എന്റെ അമ്മ ഇത്രയ്ക്ക് സുന്ദരനായ ഒരുത്തൻ ബോഡി ഗാർഡോ? ഓഫ്, സോ ഹാൻസം. ഒന്ന് ശ്രദ്ധിക്കണേ, ഈ ഹീറോ ഉണ്ടല്ലോ, നിന്റെ ഹീറോ ആവാതിരുന്നാ മതി. വാചകടിയൊക്കെ കഴിഞ്ഞോ? എടി, എന്നാ പിന്നെ ക്ലാസ്സിൽ ചെല്ല. ഓക്കെ മോളെ, സോറി. എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നേ? ജീവൻ, കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നോളൂ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരാം. നടക്ക്. വായില നാക്ക് വെറുതെ ഇരിക്കില്ലല്ലേ. ആരാടാ അത് ഓഫ് ചെയ്തത്? ഞാനാ. അല്ല, നീ ആരാണ്ടത് ഓഫ് ചെയ്യാൻ? നിന്റെ പുതിയ ഡാൻസ് ടീച്ചറാ. അല്ല, നീ ഡാൻസ് ടീച്ചറാണോ? ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഡീഫി ഡാൻസാ പഠിപ്പിക്കുന്നത്. അതെന്തൊരു ഡാൻസ് ആണ്? എന്തായാലും ഇങ്ങോട്ട് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. വാ വാ, പഠിപ്പിക്കും. എടാ, നിന്റെ കൂട്ടുകാരൊക്കെ പഠിച്ചു, നിനക്ക് പഠിക്കണ്ടേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ. ശരി, ഇങ്ങോട്ട് വാ. വരാനാ പറഞ്ഞേ, എണീറ്റ് വാ. കോളേജിൽ വരുന്ന എല്ലാ പെൺകുട്ടികളും നിങ്ങൾ ബഹുമാനിക്കണം. നാളെ മുതൽ ഓരോ പെൺകുട്ടികളും നിങ്ങൾ സഹോദരിയെ പോലെ കാണണം, കേട്ടോ? മനസ്സിലായോ? സമ്മതിച്ചു, സമ്മതിച്ചു. ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. ഞാൻ ചെയ്ത തെറ്റല്ലേ. ഹലോ ചേച്ചി, ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. നമസ്കാരം ചേച്ചി. നമസ്കാരം. 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 നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്തേ, നിനക്കും ഷോക്കായി പോയല്ലേ? ഞാൻ കോളേജിൽ വന്ന് കണ്ടപ്പോഴും ഷോക്കായി പോയി. ക്ഷമിക്കണം. ആരാ ഈ പണിയൊക്കെ ഒപ്പിച്ചേ? അതായത്, ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷേ കോളേജിൽ വന്നപ്പോഴാ ഞാൻ അറിഞ്ഞേ. അതായത്, ഇന്നലെ ഏതോ ഒരുത്തൻ ഇവന്മാരെ തല്ലിച്ചതച്ചു അത്രേ. അപ്പൊ മുതലാ ഇവന്മാര് സ്വഭാവമൊക്കെ മാറി നല്ലവരായത്രേ. ശരി, അതൊക്കെ വിട്, നമുക്ക് ക്ലാസ്സിൽ പോ. നീ ചെല്ല, ഞാൻ വന്നേക്കാം. എന്നാ ശരിയടി, കാണാം. ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾ ഇനി തെറ്റ് ചെയ്യില്ല. ഇനി തല്ലു കൊള്ളാൻ വയ്യ.
എൻ്റെ അമ്മോ, ഇന്ന് നിന്നെ ശരിയാക്കിയിട്ട് തന്നെ കാര്യം. ബ്രോ, ആരാ? എന്താ വേണ്ടത്? ജീവനുണ്ടോ? എനിക്ക് ജീവനുണ്ട്. ഓ, മറ്റേ ജീവന്റെ കാര്യമാണോ? ഓ, നന്നായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളാ. ഗാന്ധർവം, ബാഹുബലി, ബാഹുബലി 2. നിങ്ങൾക്കറിയാലോ, മോഹൻലാലിന്റെ കാർ ഇതുവരെ റിപ്പയർ ചെയ്തിട്ടില്ല. ആ കാർ എങ്ങാനും എന്റെ കൈ കിട്ടിയ എല്ലാ സ്ക്രൂവും ഞാൻ ടൈറ്റ് ചെയ്ത് കളയും. ഇപ്പൊ മോഹൻലാൽ ദുബായിലായിരിക്കും. ഞാൻ അതല്ല നിങ്ങളോട് ചോദിച്ചത്. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനുണ്ടോന്നാ ചോദിച്ചേ. അവന്റെ സ്ക്രൂ പോയി കിടക്കുക. അവിടെയുണ്ട്. എടോ ജീവൻ, രണ്ടുപേരുടെ സ്ക്രൂ പിളകിക്കൊണ്ടിരിക്കുക. എന്റെ ജോലി ഞാൻ ചെയ്യട്ടെ. നിങ്ങളെന്താ ഇവിടെ? ഇന്നെന്താ കണ്ടില്ലല്ലോ? എന്റെ ജോലി തീർന്നിട്ടില്ലായിരുന്നു. ഈ വണ്ടി ഇന്ന് തന്നെ ഡെലിവറി ചെയ്യണം, അതുകൊണ്ടാ വരാൻ പറ്റാഞ്ഞേ. ഇതെങ്ങനെയാ പറ്റിയേ? ഞാൻ ധൃതി പിടിച്ച് ജോലി ചെയ്തപ്പോ പരിക്ക് പറ്റിയതാ. ഇത് ഇവിടെ പരിക്ക് പറ്റിയതല്ല. എനിക്കറിയാം ഇതെങ്ങനെയാ പറ്റിയെന്ന്. താങ്ക്സ് ജീവൻ. നീ കാരണമാണ് ഇന്ന് പെൺകുട്ടികൾ പേടിക്കാതെ കോളേജിൽ വരുന്നത്. ഇതുവരെ ആരും ചെയ്യാത്ത ഈ ഒരു ജോലി നീ ഒറ്റ ദിവസം കൊണ്ട് ധൈര്യമായിട്ട് ചെയ്തു. നീ സത്യത്തിൽ നല്ലൊരു മനുഷ്യനാ. നാളെ മുതൽ വരണം കേട്ടോ. എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട. എല്ലാ തെറ്റും എൻ്റെ തന്നെയാ. ഞാൻ കറക്റ്റ് സമയത്ത് ചരക്കുകൾ കയറ്റിവിടാത്തതുകൊണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നേ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കാളിദേവിയുടെ കൃപ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി. കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളെ ചരക്കുകൾ അവിടെ എത്തും. ഇരിക്കേ. അങ്ങനെ തന്നെ. നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. ഞാൻ പറയുന്ന അങ്ങ് വിശ്വസിക്കേ. ചരക്ക് നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടും. ശരി, ഞാൻ ഫോൺ വെക്കട്ടെ, വിളിക്കാം. നമസ്കാരം 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 നമസ്കാരം. എന്റെ ഭായി നമസ്കാരം. സുഖം തന്നെയല്ലേ? പറയൂ ഭായി, എന്നെ എന്താണ് ഓർക്കാൻ കാര്യം? തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ തനിക്ക് ഇങ്ങോട്ടൊന്നും വഴി അറിയില്ലല്ലോ. വോട്ട് നടക്കുന്ന സമയത്ത് താൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഭായ് എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എപ്പോഴും നിങ്ങളുടെ നെല്ലിൽ തന്നെ ജീവിക്കുന്നവനല്ലേ? നിങ്ങൾക്കറിയാവുന്നതല്ലേ, ഞാനിപ്പോ ജനങ്ങളുടെ മന്ത്രിയല്ലേ? അതറിഞ്ഞൂടെ? താൻ പറഞ്ഞ ജനങ്ങളല്ല തന്നെ മന്ത്രിയാക്കിയത്, ഞാനാ തന്നെ മന്ത്രിയാക്കിയേ. ഈ ആളുകളൊന്നും ചെയ്ത വോട്ടിന്റെ ബലത്തിലല്ല താൻ മന്ത്രിയായത്. നീ മന്ത്രിയായത് എങ്ങനെയാണെന്നറിയോ? എന്റെ ഈ പിള്ളേരുടെ മുഴുവൻ വോട്ട് കെട്ടിയിട്ടാണോ? എനിക്കറിയാലോ, അതെനിക്കറിയാൻ ഭായ്, എനിക്ക് നന്നായിട്ട് അറിയാന്നേ. പറ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ SP-യുടെ കൊലപാതകം നടന്ന ശേഷം എന്റെ ബിസിനസ് മൊത്തം കട്ടപ്പുകയായി. എന്റെ സ്ഥിരം ക്ലയൻസിന് എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ തന്നെ പറഞ്ഞു കാണോ മിനിസ്റ്ററെ? ഞാൻ ഈ ബിസിനസ് ഒക്കെ അങ്ങ് നിർത്തി വല്ല തട്ടുകടയാൻ തുടങ്ങണമെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? ഭായ്, SP-നെ അല്ലേ കൊന്നിരിക്കുന്നത്? അപ്പൊ ഇവിടെ എല്ലാവർക്കും ചൂടല്ലേ? കുറച്ച് സമയം കഴിയുമ്പോ എല്ലാം ഒന്ന് തണുക്കും. അപ്പോ ഫ്രണ്ട് പേജിലെ ന്യൂസ് ലാസ്റ്റ് പേജിലോട്ട് വരും. അത് കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ ജോലി തുടങ്ങാലോ. സാറേ, ഇതൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ പണിയെടുക്കാതെ നോക്കുന്നേ. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെന്താ? എന്നാ പിന്നെ എന്തിനാടോ വെച്ച് താമസിപ്പിക്കുന്നത്? ഇന്ന് മുതൽ നമ്മുടെ ബിസിനസ് വീണ്ടും തുടങ്ങിക്കോ. അതെ മോളെ പ്രിയ, ഇന്നത്തെ കാലത്ത് ആളുകളെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇന്നത്തെ പേപ്പർ ന്യൂസ് എന്താണെന്നറിയോ? ഒരു വീട്ടില് ഒരു കുട്ടീനെ നോക്കാനായിട്ട് ഒരുത്തനെ വേലയ്ക്ക് വെച്ചു. അവനെന്താ ചെയ്തെന്നറിയോ? ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വഴിക്ക് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു. 10 ലക്ഷം കൊടുത്ത കുട്ടിയെ തരാമെന്നാ പറയുന്നത്. അതേന്നെ. എന്റെ അമ്മോ, കാലം പോകുന്ന ഒരു പോക്കേ ആ കുഞ്ഞിന്റെ ഒരു കാര്യം. അതെ അച്ഛാ, അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറയൂ മോളെ. നിങ്ങൾ രണ്ടുപേരും ജീവനെ ഒരുപാട് കണ്ണും പൂട്ടി വിശ്വസിക്കുക. എനിക്ക് ഒരുപാട് പേടിയുണ്ട് അച്ഛാ. ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോ ഒരു പ്രതികാര ഭാവം അവന്റെ കണ്ണിൽ കണ്ടു. അച്ഛാ, അവനെ കൊണ്ട് നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നിന്റെ ഈ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ.
പക്ഷേ കുറച്ചെങ്കിലും മനുഷ്യരെ വിശ്വസിച്ചാലല്ലേ പറ്റൂ. എടത്തി, എനിക്ക് മനുഷ്യരെ ശരിക്കും തിരിച്ചറിയാൻ പറ്റും. ജീവൻ നല്ലൊരു മനുഷ്യനാ. വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല എടത്തി. അതെനിക്കറിയാം. പക്ഷെ ഞാനുണ്ടല്ലോ, നിങ്ങളെപ്പോലെ ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവെനിക്ക് കുറവാ. കൊടുക്കി കൊടുക്കി. ജോണി. എന്താ ചാന്ദിനി? ജോണി, മുത്തം ഞാൻ തന്നല്ലോ. എടാ ജോണി. ചാന്ദിനി എവിടെ പോയി? നിന്റെ ചാന്ദിനി എവിടെയാന്ന് എനിക്ക് എങ്ങനെ അറിയാം? മറക്കരുത്. അയ്യോ, നീ എന്തുവായി ചെയ്യുന്നേ? വെള്ളം ഒഴിക്കായിരുന്നു. ഇതിലാണോടാ വെള്ളം ഒഴിക്കുന്നേ? എന്റെ അമ്മ എങ്ങനെയായാ? മറന്നുപോയതാ. ഒടുക്കത്തെ മറവി ഒരിക്കലും മാറില്ല. ഇല്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ എനിക്ക് മറവിയാണെന്ന്. എന്റെ അല്ലാ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. എടാ ഇപ്പൊ തന്നെ അത് വൃത്തിയാക്കണം കേട്ടോ. ഇപ്പൊ തന്നെ എടാ ഇക്ബാലെ, നീ അവിടെ ഞാനിവിടെ ടയർ ചേഞ്ച് ചെയ്യാ. എന്റെ സ്ക്രൂ ശരിക്കും ലൂസായി പോയി. ഞാനെല്ലാം മറക്കുന്നു. എപ്പോഴെനിക്ക് ചാന്ദിനിയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഓ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇന്നടി. ആരുടെ കല്യാണ? എന്റെയാ. നിന്റെ കല്യാണോ? നിന്റെ കല്യാണത്തിനെ കുറിച്ച് ഇപ്പോഴാണോ പറയുന്നേ? അത് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഉറപ്പിച്ചത്. അതുമല്ലാതെ വിശാല് US പോണെന്നും പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ US സെറ്റിൽഡ് ആവും. എന്തുകൊണ്ടാ കാർഡ് കോളേജിൽ തരാതിരുന്നേ? ഇവിടെ കൊണ്ടുവന്ന് തന്നെന്തിനാ? നിനക്കറിയാൻ പറ്റുമല്ലോ, കോളേജിലെ എല്ലാവരും അങ്ങനെ വിളിക്കാനും പറ്റില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയ രൂപേ? നിനക്ക് ഇഷ്ടമുള്ള ചെറുക്കനെയാണ് നീ കല്യാണം കഴിക്കുന്നത്. രണ്ടുപേരും സെറ്റിൽ ആവുന്നത് അമേരിക്കയിൽ തന്നെ. പിന്നെ നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെ? ഞാൻ എങ്ങനെ സന്തോഷിക്കാനാ പ്രിയെ? എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നം എന്താണെന്ന് അറിയോ? സ്വന്തം അച്ഛനമ്മമാര് വേണം കല്യാണം നടത്തി കൊടുക്കാനെന്ന്. അവളുടെ അച്ഛൻ വേണം അവളെ പറഞ്ഞയക്കാനെന്ന്. പക്ഷെ എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ഒരിക്കലും വരില്ല. നീ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയോ? ഞാൻ പോയിരുന്നു. എന്താ പറഞ്ഞെന്നറിയോ? അച്ഛന് ജോലി തിരക്കാത്രേ, അന്ന് വരില്ലെന്ന് പറഞ്ഞു. സാരില്ല, അതൊക്കെ വിട്ടേക്ക്. അത് ജീവൻ ചേട്ടാ, ഞാൻ നിങ്ങൾക്ക് തനിച്ച് കാർഡ് തന്നിട്ടില്ല. പ്രിയയുടെ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കല്യാണത്തിന് വരണം. നോക്കി വരാതിരിക്കരുത്. ഉറപ്പായും. അതെ പ്രിയെ, ജീവൻ ചേട്ടനെ കൊണ്ടുവരണം കേട്ടോ. പക്ഷേ രൂപേ, നിന്റെ അച്ഛൻ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെ പഴയ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. 96/2 KNC റോഡ്. ആ പിന്നെ ഞാൻ പോട്ടേടി, കൊറേ ജോലിയുണ്ട്. ഡോൺ ബി ലേറ്റ്. കൊണ്ടുവരാതിരിക്കരുത് കേട്ടോ. ടാറ്റ. ജീവൻ ചേട്ടൻ, ഞാൻ വരട്ടെ. നീര് പറഞ്ഞ അച്ഛനമ്മമാരുടെ വഴക്കില് കിടന്ന് പാടുപെടുന്നത് മക്കള് തന്നെയാണ്. ശരിയല്ലേ ജീവൻ? വേഗം ഒന്ന് വിളിക്കണം, കന്യാദാനം ചെയ്യാൻ സമയമായി. ഇപ്പൊ രൂപയുടെ അച്ഛനെ വിളിക്കാൻ പറ്റില്ല, അദ്ദേഹം ഇവിടെ ഇല്ല. തിരുമേനി, ഞാൻ തന്നെ കന്യാദാനം ചെയ്യാം. ഏയ്, അത് ശരിയല്ല. പെണ്ണിന്റെ അച്ഛൻ തന്നെ വന്ന് വേണം കന്യാദാനം ചെയ്യാൻ. അഥവാ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്തുള്ള ആരായാലും മതി. എന്റെ രൂപമോളെ, അച്ഛാ, അച്ഛാ, മോളെ, എന്റെ മോളെ, എന്റെ മോളെ. എനിക്ക് ശരിക്കും അറിയായിരുന്നു അച്ഛാ, അച്ഛൻ ഇന്ന് തീർച്ചയായും വരുമെന്ന്. എന്റെ മനസ്സ് പറഞ്ഞു അച്ഛൻ എന്റെ കല്യാണത്തിന് വരുമെന്ന്. ആ ചെറുക്കൻ ഇന്നലെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. അവൻ ഒറ്റ ഒരുത്തം കാരണോ ഞാൻ വന്നേ. അതാരായിരുന്നു അച്ഛാ? അവിടെ നിൽക്കുന്നു. ഇന്നലെ രാവിലെയാ അവൻ എന്റെ വീട്ടിലേക്ക് വന്നത്. നിങ്ങൾക്കറിയാലോ നാളെ നിങ്ങളുടെ മകളുടെ കല്യാണമാണെന്ന്. ആദ്യം നിന്നെ ആരാ ഇങ്ങോട്ട് അയച്ചെന്ന് പറ. രൂപയുടെ അമ്മയാണോ? എന്നെ ആരും പറഞ്ഞയച്ചില്ല. നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് കരുതി വന്നതാ. നോക്ക് സാർ,
എല്ലാ പെൺകുട്ടികളും വിചാരിക്കും അവരുടെ കല്യാണത്തിന് സ്വന്തം അച്ഛനും അമ്മയും വേണമെന്ന്. പിന്നെ മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് പുതിയ ജീവിതം തന്നെ അവർ തുടങ്ങുന്നത്. നിങ്ങളുടെ മകളുടെ ആഗ്രഹം അതാ. ഇത് നമുക്ക് തെറ്റു പറയാനാവില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയോടുള്ള ദേഷ്യമാണ് നിങ്ങളിപ്പോൾ മകളോട് കാണിക്കുന്നത്. അത് ശരിയല്ല സാർ. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ വന്നില്ലല്ലോ എന്നുള്ള വിഷമം അവൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ദേഷ്യം മകളോട് ഇങ്ങനെ കാണിക്കരുത്. അല്ല, നിങ്ങളുടെ മകള് സന്തോഷമായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് ഒരാഗ്രഹമില്ലേ? എനിക്കുണ്ട്, മനസ്സുകൊണ്ട് ഞാൻ പറയുക. എന്നാ പിന്നെ നിങ്ങൾ അവിടെ നാളെ വന്ന് കന്യാദാനം ചെയ്യണം. ഇതായിരിക്കും അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം. അവൻ എന്റെ കണ്ണ് തുറപ്പിച്ചു. എനിക്ക് സ്വന്തം സഹോദരനില്ല. അതായത് നീ എനിക്ക് സ്വന്തം ചേട്ടനെ പോലെയാ. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. നിങ്ങൾ കാരണം എന്റെ അച്ഛൻ ഇന്നിവിടെ വന്നത്. നിങ്ങളുടെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ചേട്ടാ. എന്നെ ഏട്ടാന്നല്ലേ നീ വിളിക്കുന്നേ? പിന്നെ എന്തിനാ ഈ നന്ദി ഉറച്ചിലൊക്കെ? മുഹൂർത്തത്തിന് സമയം കഴിയാറായി, അങ്ങോട്ട് ചെല്ല്. ജീവൻ, നിങ്ങൾക്ക് റൗഡികളെ തല്ലാനേ അറിയുമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ എനിക്ക് ഇന്ന് മനസ്സിലായി നിങ്ങൾക്ക് നല്ല ബുദ്ധിയും സാമർഥ്യമൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ അന്ന് രൂപയ്ക്ക് എത്ര വലിയ സമ്മാനം നൽകിയത് അത് നിനക്കറിയില്ല. വളരെ നന്ദിയുണ്ട് ജീവൻ. അല്ല, ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. സ്ത്രീകളുടെ വിഷമം കാണുമ്പോൾ എനിക്ക് സഹിക്കില്ല. എടാ, നിന്നെ അവൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നീ ഇതുവരെ വിട്ടിട്ടില്ല അവളെ. എനിക്കത് പറ്റുമോ? അവളിപ്പോ വേറൊരുത്തിനോടെയാണെന്നാ. ശരി ശരി ദൈവമേ. ഇത് അവളുടെ സൈക്കിളല്ലേ? അപ്പൊ ചാന്ദിനി ഇവിടെയുണ്ട്. ഇപ്പൊ അവള് കോളേജിൽ എന്ത് ചെയ്യണാണാവോ? എങ്ങനെയാ കണ്ടുപിടിക്ക? കൊള്ളാലോ, നിങ്ങൾ എന്റെ പുറകെ വന്ന് വന്ന് കോളേജ് വരെ എത്തിയല്ലേ? കൊള്ളാം. ആ പറഞ്ഞത് ശരിയാ. ഞാൻ നിന്നെ കണ്ടപ്പോ മുതൽ എന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ട് സ്ക്രൂ ഒക്കെ ജാം ആയി പോയി. സ്ക്രൂ ജാം ആയി പോയോ? പക്ഷെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പ്രേമത്തിൽ മുങ്ങിയതുപോലെയാണല്ലോ തോന്നുന്നത്. മുങ്ങിയത് മാത്രമല്ല, മുങ്ങിയിട്ട് ഞാൻ മരിക്കുകയും ചെയ്തു. സകല സ്ക്രൂ ജാം ആയിട്ട് എഞ്ചിൻ ഇപ്പോഴും വെറുതെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. തുടങ്ങിയെന്നോ? അപ്പൊ ബാറ്ററി ഫുൾ ചാർജ് ആയോ? അപ്പൊ നമുക്ക് ആ വൈബ്രേഷൻ നിർത്തിയാലോ? അതെങ്ങനെ? ഷോക്ക് കൊണ്ട്. ഇലക്ട്രിക് ഷോക്കോ? അല്ല, ചാന്ദിനിയുടെ സ്പെഷ്യൽ ഷോക്ക്. അതെന്താ? ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഒന്ന് കണ്ണടച്ചേ. കണ്ണടക്കണോ? എന്റെ മെക്കാനിക്കേ. അല്ല മരുമോളെ, ഇത് എത്ര നേരമായത്? മോളെ പ്രിയേ, ഇന്ന് നിനക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സത്യം പറഞ്ഞ നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. താങ്ക് യു അച്ഛാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ വന്നേ പറ്റൂ. ഇല്ല, ഞാൻ വിടില്ല. അച്ഛ അവള് നമ്മുടെ കൂടെ വരില്ലെന്നാ പറയുന്നേ. എന്താ ചെയ്യാ? എന്റെ മോളെ, നീ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടേ? എന്താ ഇത് മോളെ? വീട്ടിലേക്ക് എടുത്ത് എന്തിനു നിർബന്ധിക്കുന്ന? അവള് കളിച്ചോട്ടെ ഇവിടെ ഇരുന്ന്. ആ, അവള് പറയുന്നത് ശരിയാ. അല്ലേലും നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തെ കുഞ്ഞിനൊട്ടും പിടിക്കത്തില്ല. പക്ഷെ അച്ഛാ, അവളെ എങ്ങനെയാ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തുന്നേ? അയ്യോ എടുത്തി, അവള് ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ ജീവനില്ലേ? പക്ഷെ ജീവൻ. അവള് പറഞ്ഞ ശരിയാ. നമുക്ക് രാമുവിനെയും വിളിച്ചോണ്ട് പോവാം. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ. ജീവൻ എന്താ സാർ? ഇങ്ങോട്ട് വന്നേ. അച്ഛാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? നീ വെറുതെ പേടിക്കാതിരി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കരുത്. മോനെ, ഞങ്ങളൊക്കെ പുറത്തു പോവുക. പിങ്കി ഒറ്റയ്ക്ക് ഇവിടെ കാണും. അവിടെ ടീച്ചർ വരും. നീ ഒന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാവും സാർ. നിങ്ങളെല്ലാവരും പോയിട്ട് വരും. ഞാനിവിടെ ഉണ്ടല്ലോ. വെരി ഗുഡ്. പിങ്കി, നീ വേഗം അകത്ത് പോയിക്കേ. പോകാനാ പറഞ്ഞു. വേഗം അകത്ത് പോയിക്കേ. വാ മോളെ.
എന്താ നോക്കുന്നേ? വാ. ആ ആ ഇതാ വരുന്നു. ശ്ശോ. ഈ ടോം ആൻഡ് ജെറിയുടെ സീഡി ഞാൻ എവിടെയാ വെച്ചേ? ആ, ഞാനത് താഴെയാ വെച്ചിരിക്കുന്നത്. യേ, ലാ, 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 ലാ. ആ, ആ, ഊ, ഊ, ആ, ആ, അമ്മേ, ആ, ആ, ആ. പിങ്കി, 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 കണ്ണുറക്ക്. പിങ്കി, സിസ്റ്റർ, എന്താ? പിങ്കിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ അകത്തുണ്ട്. ഡോക്ടർ വരുമ്പോ ചോദിച്ചോളൂ. ഓക്കെ. ശരി. വണ്ടി കാണുന്നില്ലല്ലോ. ആ ജീവൻ എവിടെ പോയി? പിങ്കി, പിങ്കി, അവിടെ നിക്ക്. എടുത്തി, ഞാൻ പറയുന്നത് കേക്ക്. എടുത്തി. പിങ്കി, ഇതെവിടെ പോയി എന്റെ മോളെ? പിങ്കി, അവിടെ നിക്ക്. പിങ്കി, മോളെ. ഡോക്ടർ സാറ്, ഇപ്പൊ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. സ്റ്റിച്ചും ചെയ്യേണ്ടി വന്നു. ഒരുപാട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോവാം. ശരി. പിങ്കി, പിങ്കി, നീ പ്രിയ, നീ ഇത് കണ്ടോ? ഇത് പിങ്കിയുടെ രക്തമാ. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അയ്യോ, ശശിയേട്ടാ, ശശിയേട്ടൻ എവിടെ പോയി? ശശിയേട്ടാ, ശശിയേട്ടാ. ചേട്ടത്തി, എന്ത് പറ്റി കൊച്ചമ്മേ? എന്റെ മോള് പിങ്കി, പിങ്കി എവിടെ പോയെന്നറിയോ? അയ്യോ കൊച്ചമ്മേ, നിങ്ങളുടെ കൂടെ വന്നില്ലേ? ഇല്ല, ഞങ്ങളുടെ കൂടെ പിങ്കി വന്നിട്ടില്ല. അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ആ ജീവൻ എവിടെ പോയി? ആ ജീവൻ എവിടെ പോയി? ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ജീവൻ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടു. പിങ്കി ഉണ്ടായിരുന്നു അതില്. കാറ് വേഗത്തിൽ പോയതുകൊണ്ട് വണ്ടിയിൽ ആരായിരുന്നെന്ന് ഞാൻ കണ്ടില്ല. എനിക്കറിയാമായിരുന്നു. അവനെന്റെ മോളെ, അവനാണ് എന്റെ മോളെ കൊണ്ടുപോയത്. അവൻ എന്റെ മോളെ കൊണ്ടുപോയി. ഇനി അവൻ കിട്ടാത്ത ഏത് പണം ചോദിക്കും? എടുത്തി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എടുത്തി, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അല്ല, പണം ചോദിക്കാൻ അവൻ എന്റെ കുട്ടിയെ. ഇങ്ങനത്തെ ആൾക്കാർ പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ. എനിക്ക് അവനെ ആദ്യം കണ്ടപ്പോ തന്നെ സംശയം തോന്നിയതാ. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഒട്ടും വിശ്വസിച്ചില്ല. അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്നെന്റെ മോളെ ജീവനോടെ ഉണ്ടായേനെ. പിങ്കി, ചിലപ്പോ വല്ല കാരണം കൊണ്ട് പിങ്കി അല്ല, ഈ നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. കള്ളനോട്ടാണോ ശരിക്കുള്ള നോട്ടാണോ? പക്ഷേ ഞാൻ അവനോട് കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ, അവളെ പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചർ വരും, പുറത്തെവിടെയും പോകരുതെന്ന്. ഇപ്പൊ ഇത് കണ്ടോ? ചോര. എന്റെ മോളുടെ കണ്ണട. അവൻ നിർബന്ധിച്ച് എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുക. എടുത്തി, ഒന്ന് പേടിക്കണ്ടിരിക്കുക. ഒന്നും ടെൻഷൻ വേണ്ട. ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്കാം. എന്റെ മോളെ. ആ, അയച്ചേക്ക്. ആ, പറ മോളെ. അച്ഛാ, പിങ്കി മിസ്സിംഗ്. വാട്ട്? അവൾ ഇവിടെ എവിടെയില്ല. നീ എന്താ ഈ പറയുന്നേ? അതെ അച്ഛാ, അച്ഛനൊന്ന് പെട്ടെന്ന് വാ. ഞാൻ ഇപ്പൊ തന്നെ വരാം. നീ ടെൻഷൻ ആവല്ലേ. മരുമോളെ, നീ ഒട്ടും പേടിക്കണ്ട. അവൻ അധിക ദൂരം ഒന്നും പോയി കാണില്ല. പോലീസ് സ്റ്റേഷനിൽ പിങ്കിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവര് 4 ചുറ്റും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിങ്കി, എടോ
എടോ എന്റെ മോളെവിടെ? തന്നോടാ ചോദിച്ച എന്റെ മോളെവിടെയെന്ന് പറ. എന്റെ മോളെവിടെയെന്ന് പറ. മരുമോളെ നിക്ക്, നീ എന്താ തന്നോടാ കാണിക്കുന്നേ? ചോദിച്ചേ. എന്റെ ഞാൻ മോളെവിടെയെന്ന് പറയുന്നത് പറ. കേൾക്ക്. എന്ത് ചെയ്ത് എന്റെ മോളെ? ജീവന് ചോദിച്ചത് കേട്ടില്ലേ? എന്റെ മോളെ നീ എന്ത് ചെയ്തോന്ന്? അമ്മേ പിങ്കി മോളെ പിങ്കി മോളെ നിന്റെ തല എങ്ങനെയാ പൊട്ടിയത്? എങ്ങനെയാന്ന് പറ. അമ്മേ ഞാൻ സീഡി എടുക്കാനായിട്ട് താഴെ പോയപ്പോ കാല് തെറ്റി വീണു. ജീവനങ്ങൾ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അമ്മ എന്തിനാ ജീവനങ്ങളിനെ തല്ലിയത്? ജീവനങ്ങൾ നിന്നെ ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയോ? ആ അമ്മേ അതെ. ജീവനാണോ കൊണ്ടുപോയത്? ഇതൊക്കെ ചെയ്ത് ജീവനാ? ജീവൻ എന്നോട് ജീവൻ 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 എവിടെ പോയി? ഇത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ ദൈവമേ. ഒരു തെറ്റ് പോലും ചെയ്യാത്തവനെയാണല്ലോ ദൈവമേ ഞാൻ ഇങ്ങനെ അടിച്ചത്. പറ എന്റെ മോളെവിടെയെന്ന് പറ. തന്നോടാ ചോദിച്ചേ എന്റെ മോളെവിടെയെന്ന് പറയാൻ. ജീത്ത് അവിടെയുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ? നിന്നോടെങ്ങനെയാ മാപ്പ് ചോദിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ ആകെ വിഷമത്തില്ല. നീ ദയവ് ചെയ്ത് എന്നോട് ക്ഷമ കേട്ടോ. ഏടത്തി എന്തൊക്കെയാ പറയുന്നേ? അതിന് നിങ്ങൾ ഒരു തെറ്റും പറയാനാവില്ല. നിങ്ങളെ സ്ഥാനത്ത് ഞാൻ പറ്റുമായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത പോലെ ഞാനും അത് തന്നെ ചെയ്തേനെ. നേരാണ്. ഞാൻ നിന്നെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചിരുന്നു എന്നറിയോ? ഇപ്പൊ എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് ബോധ്യമായി. ജീവൻ, നിന്റെ ഈ സ്വഭാവം എന്നെ വല്ലാതെ അമ്പരിപ്പിക്കുന്നു. നീ എത്ര നല്ല മനുഷ്യനാണെന്ന് നിനക്കേ അറിയില്ല. സത്യം ജീവൻ, എനിക്കിപ്പോ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞേ പറ്റൂ. ഐ ലവ് യു ജീവൻ.
ഞാൻ വളരെ മര്യാദക്കാ ചോദിക്കുന്നേ. വിക്രമൻ എവിടെയാ? എനിക്കറിയില്ല ബായ്. എനിക്കറിയാലോ തനിക്കറിയാന്ന്. എനിക്കറിയില്ല. ഇത് കണ്ടോ നീ? ഇതിന് മുന്തിരി എന്നാ പറയാ. ഈ മുന്തിരിയിൽ നിന്ന് ഓരോന്നോരോന്നെടുത്ത് കഴിക്കുമ്പോഴും നിന്റെ ജീവന്റെ എണ്ണമാണിതൊക്കെ. ഇനിയെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവന്റെ വാലിഡിറ്റിയാണ് തീരുന്നത്. ആ ദാ നോക്കിയേ ഇങ്ങോട്ട്. ഇവനെ ശരിക്കും ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്തേക്കേ. അറിയാം, എനിക്കറിയാം. പക്ഷെ ഞാൻ പറയില്ല. എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ പറയില്ല. അവനെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. അപ്പൊ നീ പറയില്ല അല്ലേ? എന്നാ ശരി, നീ മരിക്കാൻ തയ്യാറായിക്കോ. ഹലോ ബായ്, വിക്രമാണ് സംസാരിക്കുന്നത്. അസ്സലാം വലൈക്കും. റഹീമങ്ങളുടെ അടുത്ത് എനിക്ക് നല്ല സുഖാട്ടോ. ഒരു ജോലിയും കിട്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യില്ലെന്ന്. പക്ഷെ ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കാണാൻ വരും കേട്ടോ. വെക്കട്ടെ. എടോ ശിവ, കൊയിലാണ്ടിയിലുള്ള ആ ഖാലിദിനെ ഇങ്ങ് വിളിച്ചേ. ആ പറയൂ സാർ. വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം റോഡ് കിടക്കാൻ. വാ, നടക്ക. വരൂ വരൂ, നടക്ക. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു പറ്റി ജീവൻ? ഒന്നുമില്ല. പെട്ടെന്ന് എനിക്ക് അമ്മയെ ഓർമ്മ വന്നു. പൈസ പിടിച്ചോ. ഇത് ചാന്ദിനിയുടെ സൈക്കിൾ. ഇന്ന് ഞാൻ കണ്ടുപിടിക്കും അവളിവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ശരിയാവില്ല. നിനക്കായാലും പണ്ടോട്ട് ഭംഗിയുള്ള പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ പുറകെ പോകുന്നത്. ഓ, അപ്പൊ ഇതാണ് നിന്റെ കോളേജിലെ പണിയല്ലേ? അതെ, ഇതാണ് എന്റെ ജോലി. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, നല്ല കാശും ഉണ്ടാക്കുന്നുണ്ട്. ആ, എന്നെ പഠിപ്പിക്കാൻ നിക്കണ്ട. മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് നീ ആരെ കാണിക്കാനേ വരുന്നേ? അതെന്താ, ഞാനൊരു ജോലിക്കാരിയാണെന്ന് വെച്ച് ഞാൻ ഒരുങ്ങി നടക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? അല്ല, നിങ്ങളൊരു മെക്കാനിക് അല്ലേ? പക്ഷേ ഞാൻ ഇന്ന് വരെ നിങ്ങളെ നാണം കെടുത്തിയിട്ടില്ലല്ലോ. സത്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല, അതാ ഇങ്ങനെയൊക്കെ. പക്ഷെ ഞാനുണ്ടല്ലോ, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു ഒരുപാട്. ഞാൻ പറയുന്നൊക്കെ സത്യ. ഇപ്പോഴാ മനസ്സിലായത് നിങ്ങൾക്ക് എന്നോട് അങ്ങനെയല്ല, സ്നേഹമില്ല. നിന്നെ ഞാൻ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. നീ ഒന്ന് വിശ്വസിക്ക്. സത്യം. നേരാണോ? എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ലല്ലോ. നിനക്കെന്താ വട്ടുണ്ടോ? എനിക്ക് ഈ പ്രായം എപ്പോഴാണ് നിന്നെപ്പോലെ ഒരാളെ കിട്ടിയത്? നിന്നെ ഞാൻ ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ എന്നും എന്റെ അരികത്ത് തന്നെ ഉണ്ടാവും. ഓം നമോ നാരായണായ. ഓം വാസുദേവായ നമഃ. ശ്രീപത്മനാഭായ നമഃ. ത്രിലോകനാരായണായ ഗംഗാജലം വാതസ്മിത നമഃ. തസ്തേ സ്വദായ നമഃ. തസ്മേ സ്വദായ നമഃ. എൻ്റെ ഏട്ടന് IPS ഓഫീസർ അഭിജിത്ത് സർക്കാർ. റാണിപ്പൂരിലായിരുന്നു പോസ്റ്റിംഗ്. കൽക്കരി മാഫിയയിലെ വിക്രമാണ് എൻ്റെ ഏട്ടനെ കൊന്നത്. എൻ്റെ ഏട്ടന്
IPS ഓഫീസർ അഭിജിത്ത് സർക്കാർ. കൽക്കരി മാഫിയയിലെ വിക്രമാണ് എൻ്റെ ഏട്ടനെ കൊന്നേ. എൻ്റെ ഏട്ടന് IPS ഓഫീസർ അഭിജിത്ത് സർക്കാർ. റാണിപ്പൂരിലായിരുന്നു പോസ്റ്റിംഗ്. കൽക്കരി മാഫിയയിലെ വിക്രമാണ് എൻ്റെ ഏട്ടനെ കൊന്നേ. ഏയ്, ആരാണത്? എടാ, നീ ആരാടാ? മാറാനല്ലേ പറഞ്ഞേ? വിക്രം എടാ, ഇവിടെ വിക്രമിന്റെ അനുവാദം ഇല്ലാതെ എല്ലാ പോലും എടുക്കാൻ പറ്റില്ല. ഒളിച്ചും പാത്തം മുതലെടുക്കാൻ വന്നാണല്ലേ. എടാ രമേശ, പറയൂ വിക്രം. എല്ലാം ഓക്കെ? നേരാണോ? നീ വാടാ, ഇപ്പൊ തന്നെ വരാം. ബാലു, ആ ബാലു ഉണ്ടല്ലോ, ഒരുപാട് ദിവസമായി അവൻ എന്നെ ഇട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഇന്നെന്റെ മോൻ വിക്രമാണ് പോയിരിക്കുന്നത് അവന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ. അവൻ പോയി. ഇത്രയും നാളും താനൊക്കെ എന്താ ചെയ്തോണ്ടിരുന്നേ? നാണമില്ലല്ലോ തനിക്ക്? ഇത്രയും നാളായിട്ട് അവനെ പിടിക്കാൻ പറ്റിയില്ല. ശങ്കർ ബായ്. കണ്ടില്ലേ എന്റെ മോൻ വന്നത്? വരൂ എന്റെ പുലിക്കുട്ടി. പറയും മോനെ, ജോലിയൊക്കെ തീർന്നല്ലോ അല്ലേ? എന്താ ബാ ഇത്? വിക്രം ഒരു കാര്യം ആലോചിച്ചാൽ അതങ്ങോട്ട് തീർക്കാതെ വെറുതെ അങ്ങനെ ഇരുന്നിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. മിഷൻ സക്സസ്ഫുൾ. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? ഒരു പുലിക്കുട്ടിയാണല്ലോ എന്റെ മോൻ എന്ന് ഓർക്കുമ്പോ സന്തോഷമുണ്ട്. ബായ്, അവന്മാരെ ശരിക്കും ഞാൻ അലക്കിയെടുത്തില്ലേ? കൽക്കരിയുടെ ബിസിനസ് പോയിട്ട് കൽക്കരിന്ന് പേര് കേട്ടാലേ മൂത്രമൊഴിച്ചു പോകുമാര്. എടാ, ഈ നാട്ടിലെ രാജാവ് നീയല്ലേ? എന്റെ സ്വന്തം രാജകുമാരൻ. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. ഇന്ന് നീ കാരണം എല്ലാവർക്കും വേണ്ടി അടിപൊളി പാർട്ടിയാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. എന്നാ പിന്നെ തിന്നും കുടിച്ചും അടിച്ചു പൊളിക്ക്. തിരുമ നന്നായിട്ട് തിരുമ. അല്ല, ഈ നോട്ട് കള്ളനോട്ടാണോ ശരിക്കുള്ള നോട്ടാണോ? സത്യം പറയണോട്ടാ, കള്ളനോട്ട് പോലും ഉണ്ട്. സാർ എന്തായി പറയുന്നത്? ഈ ഇരിക്കുന്ന നോട്ടുകളെല്ലാം നല്ല നോട്ടാ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ലെന്നേ. ഓഫീസർ, അയ്യോ സാർ, നിങ്ങൾ അതായത് ഈ നോട്ടുകളൊക്കെ നല്ലതാണോ എന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് എന്നാണോന്നും അറിയില്ല. കൊണ്ട് പോടോ.
അല്ല സാറേ, സാറ് 2 ദിവസം കഴിഞ്ഞല്ലേ വരാനുണ്ടായത്? 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം എങ്ങനെ എനിക്ക് കാണാൻ പറ്റും? അത് പിന്നെ സാർ അനുസരിച്ചിട്ട് മര്യാദക്കകത്തേക്ക് വാ. സാർ 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 വരാം വരാം. സാർ ഞാൻ സ്റ്റേഷനകത്തേക്ക് വന്നതും കണ്ടത് എന്താണെന്നറിയോ? ഇതിനും ഭേദം ചന്തയായിരുന്നു. സാർ ഞാൻ പറയുന്നത് മര്യാദക്ക് കേട്ടോ. പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ പണി തന്നെ ചെയ്യേണ്ടത്, മനസ്സിലായോ? ശരി സാർ. അഥവാ തനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് തന്റെ യൂണിഫോം ഊരി വലിച്ചു ദൂരേക്കറിയും. എന്താ അത് വേണോ? വേണ്ട സാർ. എന്നാ പറയടോ, ഇവിടെ എങ്ങനെയൊക്കെയാ പോകുന്നത്? സാർ ഈ സ്ഥലം മുഴുവൻ നല്ല ശാന്തി സമാധാനം സാറേ. അപ്പൊ ശാന്തി സമാധാനമുള്ള ഈ സ്ഥലത്ത് വളരെ ശാന്തിയോടെ കൽക്കരി മോഷണത്തെ കുറിച്ചാണല്ലോ എപ്പോഴും കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലെന്നാണോ? പിന്നെ ഇതിന്റെയൊക്കെ പുറകിൽ ആരുടെ കയ്യാ ഉള്ളതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഗോൾഡ് മാഫിയ വിക്രം. ഈ മോഷണമൊക്കെ നടക്കുന്നത് എവിടെ, എപ്പോ, ആർക്കാണ് സപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം എനിക്കിത് നന്നായിട്ട് തന്നെ അറിയാം. ശങ്കർ സിംഗിന്. സാർ ശങ്കർ സിംഗ് ഉണ്ടല്ലോ, വളരെ വളരെ നല്ല മനുഷ്യനാ സാർ. ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നതാ. റെസ്പെക്ട് കൊടുക്കുന്നത്? എന്നാ പിന്നെ തന്റെ റെസ്പെക്ട് കൊടുക്കുന്ന മഹാമനുഷ്യനെ എന്തായാലും ഒന്ന് പെട്ടെന്ന് തന്നെ കാണേണ്ടി വരും. അഭിജിത്ത് സർക്കാർ, SSP, സീനിയർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഞാനും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ, പക്ഷെ സത്യസന്ധത വിട്ട് കളിക്കാറില്ല. അതെന്തായാലും കൊള്ളാം. നിങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്നെന്തായാലും ഭാഗ്യമുണ്ടായി. ഇന്ന് ഈ പാവപ്പെട്ടവന്റെ ചെറ്റക്കുടലിൽ നിങ്ങളെപ്പോലുള്ള ഒരു വലിയ ആള് കാലുകുത്തിയല്ലോ. പാവപ്പെട്ടവനോ? ഈ നാട്ടിലുള്ള ഓരോരുത്തരും നിങ്ങളെപ്പോലെ പാവപ്പെട്ടവനായിരുന്നെങ്കിൽ നമ്മുടെ ഈ രാജ്യം അമേരിക്കയെ എപ്പോഴേ പിന്തള്ളിയേ. എന്താ വേണ്ടത്? വാങ്ങാനല്ല, തരാനാ വന്നേ. വാണിംഗ്. സ്റ്റേഷനിൽ നോക്കിയപ്പോ നിങ്ങളുടെ പേരിൽ ഒരു ഫയലും ഇല്ല. അഥവാ ഉണ്ടായാൽ തന്നെ എനിക്ക് അതുകൊണ്ടൊരു ഗുണവുമില്ല. കാരണം അഭിജിത്ത് സർക്കാർ എങ്ങോട്ട് കയറി ചെന്നാലും ക്രിമിനൽസ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഫയലേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഒരൊറ്റ ഫയല്, എൻകൗണ്ടർ ഫയൽ. ഞങ്ങളിവിടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, താൻ കേട്ടിട്ടുണ്ടോ? ആനയുടെ കാലിന്റെ അറ്റത്തിരുന്ന് ഈച്ച പറഞ്ഞു ഇങ്ങോട്ട് നോക്കെന്ന്. ഞാൻ നിനക്ക് പൊന്നീച്ചേനെ കാണിച്ചു തരാം. എന്റെ എന്ന് പറഞ്ഞാൽ കിട്ടിയാലുണ്ടല്ലോ, മലേറിയ അല്ല ഡെങ്കു അല്ല, നേരെ ശ്മശാനത്തിൽ നോക്കിയാൽ മതി. എന്നെ പിടിക്കാൻ വന്നവനാണല്ലേ നീ? ഞാൻ ആരാന്നറിയോ? അറിയാമടാ. അഭിജിത്ത് സർക്കാരിന്റെ കയ്യിൽ എല്ലാ ക്രിമിനൽസിന്റെയും ഡീറ്റെയിൽസ് ഉണ്ടാവും. നിന്റെ ഉണ്ട്. എന്നാ നിന്റെ ചെവിമരയൊക്കെ തുറന്നു പിടിച്ച് കേക്ക്. അടങ്ങി ഒതുങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ വരുന്നത് ഇങ്ങനെയായിരിക്കില്ല. പിന്നെ തന്റെ ബാലിന്റെ പേരെന്തായിരുന്നു? വിക്രം. അവൻ്റെ അടുത്ത് പറഞ്ഞേക്ക് സ്റ്റേഷനിൽ ഒന്ന് എന്നെ ഒന്ന് കാണാനായിട്ട്. അഭിജിത്ത് സർക്കാരിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ക്രിമിനൽസിനും നന്നാവാനൊരു അവസരം കൊടുക്കാറുണ്ട്. ലിമിറ്റഡ് ഓഫർ എക്സ്പയർ ആയ പിന്നെ നിന്റെ കാര്യം കഴിഞ്ഞറ. ഈ ശങ്കർ സിംഗിന്റെ ലൈഫിൽ സ്പെഷ്യൽ എഫേർട്ട് ഒക്കെ ഉണ്ട്. ശങ്കർ സിംഗ് ആർക്കും അവസരം കൊടുക്കാറില്ല, നേരിട്ട് ആക്ഷൻ മാത്രം. അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരായി വിക്രം? ഇവിടെ കുട്ടികളെ പോയിക്കോ, ചെല്ലു ചെല്ലു. ഞാനാണ് വിക്രം. എന്ത് വേണം സാർ? അപ്പൊ നീയാണല്ലേ വിക്രം? എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നേ. നിന്നോട് ഒരു തവണ സ്റ്റേഷനിലോട്ട് വരാനല്ല പറഞ്ഞേ. വിക്രം സ്റ്റേഷനിൽ പോവാറില്ല. അത്യാവശ്യമാണെങ്കിൽ പോലീസാ എന്നെ അന്വേഷിച്ചു വരുന്നേ. ശരി, സാറിന് ഇപ്പൊ എന്താ വേണ്ടേന്ന് പറ. നിനക്കൊരു വാണിംഗ് തരാൻ വന്നതാ. ഇന്നു മുതൽ നീ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 10 തവണയെങ്കിലും ആലോചിക്കണം. നന്നായി വിശക്കുന്ന സമയത്ത്
ഈ ആലോചനയും ചിന്തയൊക്കെ കുഴിച്ചു മൂടേണ്ടി വരും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ആലോചിക്കാൻ തുടങ്ങിക്കോ. കാരണം നിന്റെ വയറ്റിലെ വിശപ്പ് പറയാൻ വെടിയുണ്ട തിന്നേണ്ടി വരുന്നത് അത്ര നല്ല ബുദ്ധിയൊന്നുമില്ല. കുട്ടിക്കാലം മുതലേ ഒരുപാട് മരണക്കളികൾ കളിച്ചവനാ. മരണം ഒരു പുത്തരിയല്ലേ എനിക്ക്. നിങ്ങളെപ്പോലുള്ള ഒരുപാട് പോലീസ് ഓഫീസർമാരെ കണ്ടു കഴിഞ്ഞു. കൈക്കൂലി കൊടുത്തു കഴിഞ്ഞ അവന്മാർ അഭിജിത്ത് സർക്കാർ നീ കണ്ട മറ്റു ഓഫീസേഴ്സിനെ പോലെ സത്യസന്ധത പൈസയ്ക്ക് വേണ്ടി കളയുന്ന ആളല്ലടാ. അവസാനമായിട്ട് ഞാൻ പറയാം, മര്യാദക്ക് കേട്ടോ. വെടികൊണ്ട് വെറുതെ ചാവണ്ടെന്നുണ്ടെങ്കിൽ മര്യാദക്കല്ല ഇന്ന് തന്നെ നിർത്തിക്കോ. ഇതെല്ലാം വിട്ടേക്ക് സാറേ. ഈ യൂണിഫോമിന്റെ ചൂടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വേറെ സ്ഥലത്ത് കാണിക്കേ. യൂണിഫോം ഒക്കെ മാറ്റി എൻ്റെ എടുത്തിട്ട് വാ. അപ്പ മനസ്സിലാക്കാം നിങ്ങളിലാണോ ശക്തി കൂടുതൽ അതോ എനിക്കാണോ കൂടുതലെന്ന്. ഇപ്പൊ എന്റെ മേത്ത് നീ പറഞ്ഞ യൂണിഫോം ഇല്ല, പക്ഷെ ഉള്ളില് ചങ്കൂറ്റുണ്ടോടാ. വാടാ, നമുക്ക് നോക്കാം ആരാ നാട് വിടുന്നേ, ആരാ ബിസിനസ് നിർത്തുന്നേന്ന്. Hey! പിടിക്ക്. ഞാൻ കുറ്റവാളികൾ ഒരിക്കലും കൊല്ലാറില്ല, പക്ഷേ കുറ്റവാളികളുടെ ഉള്ളിലുള്ള കുറ്റത്തെയാണ് ഞാൻ കൊല്ലാറുള്ളത്. നാളെ മുതൽ നിന്റെ രണ്ടാം കിട ബിസിനസ് എല്ലാം അവസാനിപ്പിച്ചോ. ഓം കാളീശ്വരി നമ. അതിശയം തന്നെ. നീ ഈ സ്ഥലത്തിന്റെ രാജാവാണ്. ആ ഇൻസ്പെക്ടർ വന്ന് നിന്നെ തല്ലി ചതച്ച് പോയിരിക്കല്ലേ, പക്ഷെ നീ ആണെങ്കിൽ അവനെ ഒന്നും ചെയ്യാതെ തിരിച്ചിങ്ങോട്ടേക്ക് പോന്നു. എന്തുകൊണ്ട് നീ അവനെ അവിടെ കുഴിച്ചു മൂടിയില്ല ജീവനോടെ? എന്തുകൊണ്ട് പറ. കുഴിച്ചു മൂടായിരുന്നു വായി. ഞാൻ ഒരുപാട് പോലീസ് ഓഫീസർമാരെ കണ്ടിട്ടുണ്ട്. അവരാരും സത്യസന്ധരേ അല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കണ്ടത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ ഒരാളെ മരണത്തിന് കൊടുക്കാതെ രക്ഷപ്പെടുത്തുന്നത്. ഇങ്ങനെയുള്ളവരെ വേണം ബഹുമാനിക്കാൻ. ഇങ്ങനെയുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ രാജ്യം എന്നേ നന്നായനെ. അറിയോ? വേണ്ട മോനെ, നമ്മുടെയൊക്കെ ലൈനിൽ ഈ സല്യൂട്ടും
പ്രശസ്തിയും അതൊന്നും ആവശ്യമില്ല. ഇവിടെ ഷൂട്ട് ചെയ്യണം, ആക്ഷൻ ഉണ്ടാവണം. നമ്മുടെ വഴിയിലുള്ള മുൾച്ചെടികൾ വേരോടെ പിഴുതെടുക്കണം. ഇതാണ് നമ്മൾ പിന്തുടരേണ്ട മാർഗം മോനെ. അതെ, ഞാൻ കൽക്കരിയൊക്കെ കുറെ മോഷ്ടിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഹൃദയം ഇപ്പോഴും കൽക്കരി പോലെ കറുപ്പായിട്ടില്ല ബായ്. എന്നാ ഞാൻ വരട്ടെ. ഇവനെന്തു പറ്റി? അല്ല, നമ്മുടെ ഈ മാഫിയ ജീവിതത്തില് ദയ, സ്നേഹം, സഹതാപം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. എടാ ശിവ. എന്താ സാറേ? ആ മന്ത്രി ഒന്ന് ഫോൺ ചെയ്യേ. പറഞ്ഞോളൂ, ഹോം മിനിസ്റ്റർ ആണ്. താൻ അധികം പറയണ്ടത് ഞാനാ. എന്താ? ആരാ ഇപ്പൊ പുതുതായി വന്ന ഓഫീസർ? എന്തു പറ്റി? ആ നായിന്റെ മോൻ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് വാണിംഗ് തന്നു പോയിരിക്കുക. എന്തായി കേക്കുന്നേ? എന്റെ മോൻ വിക്രമനെ അവൻ തല്ലി ചതച്ചു. അറിയോ? എനിക്കിതൊന്നും അറിയില്ലെന്നേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ താൻ എന്തിനാടോ ആ മന്ത്രി കസേരയിൽ കുത്തിയിരിക്കുന്നേ? പറയണോ? ഞാൻ സത്യ പറയുന്നേ, എനിക്കിതൊന്നും അറിഞ്ഞൂടാ ബായ്. കേക്ക് ബായ്, ദേഷ്യപ്പെടല്ല, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ബായ്. എല്ലാം ഞാൻ നോക്കിക്കോളാം ബായ്. ആരാണെന്ന് നോക്കട്ടെ. മനസ്സിലാക്കി കൊടുക്ക. ഈ സ്ഥലം മുഴുവനും ഫൈനൽ ആൻഡ് ഓർഡർ ഒരു മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാ. ഈ ശങ്കർ സിംഗിന് മാത്രം. പറയൂ ബായ്. പുതിയതായിട്ട് ആര് വന്ന് ജോയിൻ ചെയ്താലും ശങ്കർ സിംഗിന്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന് എന്നെ വാണിംഗ് ചെയ്യാൻ വരാറില്ല. എന്റെ കൈകളിൽ പിടിച്ച് ഉമ്മ വെച്ച് അനുഗ്രഹം വാങ്ങിക്കാറേ ഉള്ളൂ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, സമാധാനിക്കൊന്ന്, ഞാൻ നോക്കിക്കോളാവുന്നേ. ക്ഷമിക്കൊന്ന്. ആ കുരുത്തം കെട്ട ഇൻസ്പെക്ടർ എന്റെ വീട്ടില് ധൈര്യത്തോടെ വന്ന് എനിക്ക് വാണിംഗ് തന്നിരിക്കുന്നു. അതും എന്നോട്. ഇനി ഞാൻ അവനൊരു വാണിംഗ് കൊടുക്കാൻ പോകുന്നുണ്ട്. അവനോട് എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. എടോ, ഞാൻ മര്യാദക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? താൻ എന്താണ് ഇത്രയ്ക്ക് ടെൻഷനൊക്കെ അടിക്കുന്നേ? ഞാൻ ഓക്കെയാണ്. എടോ, ഞാൻ തന്നെ പിന്നെ വിളിക്കാട്ടോ. ബാബു ചേട്ടാ. എന്തു പറ്റി? ലോഡ് ഷെഡിംഗ് ആണോ അതോ ഫ്യൂസ് പോയതാ? അറിയില്ല സാറേ, ആരാ ഫ്യൂസ് ഊരിയ പോലെ തോന്നുന്നത്. പോയി നോക്കണം. എന്തായാലും പോയി നോക്കിട്ടോ. ശരി സാർ. ഓ, വന്ന്. ഇല്ല സാർ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. തലയിലൊരു ചെറിയ മുറിവ് മാത്രമേ പറ്റിയുള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. ഇല്ല സാർ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. സാർ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ സാർ, ജയ് ഹിന്ദ്. എന്താ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? അകത്തേക്ക് വാ. എന്തു പറ്റി? ഇങ്ങോട്ടൊക്കെ? ഞാൻ നിങ്ങളെ ഒന്ന് വെറുതെ കാണാൻ വന്നതാ. ഇത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതാ. നിങ്ങൾക്ക് ആഴത്തിലുള്ള മുറിവ് പറ്റിയിട്ടുണ്ടോ? ഞാൻ വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുഖാവട്ടെ എന്ന്. ഒരു കാര്യം അറിയോ സാറേ, നിങ്ങളെപ്പോലെ സത്യസന്ധനായ, നിങ്ങളെപ്പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പോലീസ് ഓഫീസറിനെ ഈ സ്റ്റേറ്റിന് ആവശ്യമുണ്ട്. പീഡിപ്പിക്കാൻ നോക്കുകയാണോ താൻ? എന്തൊക്കെ ഈ പറയുന്നേ? ഞാനൊരു ചെറിയ സജഷൻ തന്നേ ഉള്ളൂ. അല്ലേലും ഈ അപകടങ്ങളൊക്കെ വാതിൽ മുട്ടിയിട്ടാണോ അകത്തേക്ക് വരുന്നേ? എവിടെ നിന്നാണ് എപ്പോഴാണെന്നൊന്നും അറിയാതെ പെട്ടെന്ന് വന്ന് നമ്മുടെ കഴുത്തങ്ങോട്ട് മുറുക്കുക. അത് അറിയാനും പറ്റില്ല. പോലീസിന്റെ യൂണിഫോം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ദേ ഇതുപോലെ ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നേനെ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പേടിച്ചോടുന്ന താൻ വിചാരിച്ചോ? ആ വിചാരം തെറ്റാ. ഞാൻ ഏത് സ്ഥലത്ത് ചെന്നാലും ഒന്നില്ലെങ്കിൽ ക്രിമിനൽസിന്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്യാൻ നോക്കും. അതാണ് എന്റെ ഡ്യൂട്ടി. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് ഞാൻ പൂക്കളുള്ള ബൊക്കെയുമായിട്ടാ നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. അതല്ലാതെ ഒരു ദിവസം ഒരു പൂമാല ഇടാനുള്ള അവസരം ഒരുക്കല്ലേ? എന്താണോ ഭീഷണിയാണോ? ഭീഷണിയാണെങ്കിൽ ഭീഷണി തന്നെ.
അല്ല, സജഷൻ ആണെങ്കിൽ സജഷൻ തന്നെ. എന്നാ ഞാൻ വരട്ടെ. ഓർത്തു ഗെറ്റ് വെൽ സൂൺ. അവനോട് എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇനി അവന് ശരിക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണം. ശങ്കർ സിംഗിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുന്നതിന്റെ അനുഭവം എന്താണെന്ന് അവൻ അറിഞ്ഞിരിക്കണം. കേട്ടല്ലോ? എടാ വിക്രം, ആ അഭിജിത്തിനെ കൊന്ന ശേഷം അവന്റെ സംഭവം മുഴുവനും എടുത്ത് നീ സ്റ്റാറ്റസിലിട്ടേക്ക്. അവന്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ അത് കാണട്ടെ. എന്നിട്ട് ചടങ്ങൊക്കെ ചെയ്യട്ടെ. ഇന്ന് വരെ നിങ്ങൾ പറയുന്നത് മാത്രം ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. ഈ കൊല്ലുന്നതും വെട്ടുന്നൊന്നും എന്റെ ക്യാരക്ടർ അല്ല. എന്താ പിന്നെ നിനക്ക് ക്യാരക്ടർ അങ്ങ് ചേഞ്ച് ചെയ്തൂടെ? അല്ലെങ്കിൽ ആ അഭിജിത്തെ അവൻ നമ്മുടെ ലൈഫ് അങ്ങ് ചേഞ്ച് ചെയ്ത് കളയും. വിക്രം, അവനെ വേഗം കൊന്നു കളഞ്ഞേക്കേ. പക്ഷേ ഒരു പോലീസ് ഓഫീസറെ കൊല്ലാന്ന് വെച്ചാ അതത്ര ശരിയല്ല അതെ സാറേ, അവൻ പറഞ്ഞത് ശരിയാ. SP സാറിനെ കൊല ചെയ്ത കാര്യങ്ങൾ വഷളാവും. പിന്നെ അഭിജിത്തിനെ പോലൊരു സത്യസന്ധനായ പോലീസ് ഓഫീസറെ കൊല്ലുക എന്നുള്ളത് എനിക്ക് ചേർന്ന പണിയല്ല. എന്തുവാടാ ഇത്? വിക്രം, നമ്മളെല്ലാവരും ഈ നാട്ടുകാർ തന്നെയല്ലേ? നമുക്കും കുടുംബമൊക്കെ ഇല്ലേ? ആ അഭിജിത്ത് നമ്മുടെ ബിസിനസ് ഒക്കെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഫാമിലി പട്ടിണി കിടന്ന് മരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ആ നാറി നമ്മുടെയൊക്കെ വയറ്റത്തടിക്കാൻ നോക്കുന്നവന്റെ അവന്റെ സൈഡിൽ നിന്നാണോ നീ സംസാരിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേക്ക് അയാൾ ഒരാളെ കൊന്നെന്ന് വെച്ച് പ്രോബ്ലം ഒന്നും സോൾവ് ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഒക്കെ നീ എങ്ങനെ സോൾവ് ചെയ്യും? അതൊന്ന് പറഞ്ഞേ. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. ഇന്ന് വരെ ഈ സ്ഥലത്തുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഞാനാ പരിഹരിച്ചിരിക്കുന്നേ. ഇതും ഞാൻ നോക്കിക്കോളാം. പക്ഷേങ്കിൽ എന്റെ സ്റ്റൈലും ഉണ്ട്. ഇരിക്ക്. പറയോ, എന്താ പറയാനുള്ളത്? സാറോട് എത്രയും പെട്ടെന്ന് പോണം സാർ. നിങ്ങൾ ശങ്കർബായി ആയിട്ട് ഏറ്റുമുട്ടാൻ നിൽക്കണ്ട. അയാൾ ആള് ഭയങ്കര മോശ. അതുപോട്ടെ, നീയും ശങ്കറിന്റെ ആള് തന്നെയല്ലേ? അപ്പോ നീ എന്തിനാ എന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നേ? നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതാ. താങ്ക് യു. പക്ഷെ നീ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ആദ്യം പിടിക്കണ്ട. കാരണം ഇവിടെ വന്നേക്കാളും മുമ്പ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഈ ശങ്കർ സിംഗ് എനിക്ക് എത്രത്തോളം അപകടം വരുത്തുമെന്ന്. ഇതിൽ ശരിക്കും അപകടം എന്താണെന്നറിയോ? ഈ അഭിജിത്ത് സർക്കാരിന്റെ ജീവിതത്തിൽ ബാക്ക് ഗിയർ ഇല്ല. എനിക്ക് തിരിഞ്ഞോടാൻ പറ്റില്ല. ആകെ അറിയാവുന്നത് എന്റെ ദൗത്യത്തെയും കടമകളെയും നിർവഹിക്കുക എന്നതാ. അതൊക്കെ പോട്ടെ, എന്നോടൊരു കാര്യം പറ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ നല്ലൊരു വീട്ടിലെ പയ്യനാന്ന്. അപ്പൊ നീ ശങ്കർ സിംഗ് പോലുള്ള മാഫിയയുടെ അകത്തൊക്കെ എങ്ങനെ വന്ന് പെട്ടത്? ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ സാർ, എല്ലാവർക്കും വിശപ്പെന്നുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യവും അങ്ങ് മറന്നുപോകും. സാറിനറിയാം, എൻ്റെ അച്ഛൻ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു. കൽക്കരി മോഷണം നടന്ന റിപ്പോർട്ടും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാനായിട്ട് അച്ഛൻ പോവുമായിരുന്നു. പോകുന്ന വഴിക്ക് അച്ഛൻ മരിച്ചു. അയ്യോ വേണ്ടതേ. ഈ റിപ്പോർട്ട് കൊണ്ടുപോയി കൊടുത്ത ഉടനെ തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കും. അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവ് എല്ലാം തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇന്നുവരെ എനിക്കത് കണ്ടുപിടിക്കാനായിട്ടില്ല, എൻ്റെ അച്ഛനെ കൊന്നവൻ ആരാണെന്ന്. അമ്മയുടെ കഷ്ടപ്പാട് എനിക്ക് സഹിക്കില്ലായിരുന്നു. വീടിന്റെ ഉടമസ്ഥ എന്നെ അമ്മയും പുറത്താക്കി. പോയിക്കോ അവിടുന്ന്. അയ്യോ, പറഞ്ഞത് എന്റെ
ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യും? ഒരച്ഛനില്ലാത്ത കുട്ടീനെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോവും? ഒന്നാമത് എനിക്ക് സുഖമില്ല. ദയവ് ചെയ്ത് രോഗിയായ അമ്മയും കൊണ്ട് ഫുട്പാത്തിൽ കഴിയേണ്ടി വന്നു. ഒരുപാട് രാത്രി പട്ടിണി കിടന്നു. കൊന്നവൻ ആരാണെന്നറിയാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയി. അന്നവരെന്നെ ഒരുപാട് തല്ലി താഴെയിട്ടു. മര്യാദയ്ക്ക് പൊക്കോ കൊടുത്തു. നിന്റെ അച്ഛനെ പോലെ എത്രയോ പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്. ഇവനൊരുത്തം വന്നിരിക്കാൻ ന്യായം ചോദിച്ചോണ്ട് പോയിക്കോണം കൊടുത്ത്. എനിക്ക് മോനെ, അങ്ങനെ എനിക്ക് കുക്കുംബായിയെ പരിചയപ്പെട്ടു. കരയല്ലേ? എനിക്ക് എനിക്ക് എന്തിനാ മോൻ കരയുന്നേ? അങ്കിൾ, എന്റെ അച്ഛന്റെ മരണത്തിനെ കുറിച്ച് ന്യായം ചോദിക്കാൻ വന്നത് ഇവരെന്നെ ഉന്തി താഴെയിട്ടു. കരയില്ലേ മോനെ, കരയല്ലേ, കരയല്ലേ. അവരെ ഒന്നും മോൻ ശ്രദ്ധിക്കേ വേണ്ട കേട്ടോ. ഇവിടെ പണമുള്ളവന് മാത്രമേ സ്ഥാനമുള്ളൂ മോനെ. വാ എന്റെ കൂടെ വാ. മോൻ കഴിക്കേ. കുറെ നാളായിട്ട് മോൻ പട്ടിണിയാണെന്നാ എനിക്ക് തോന്നുന്നേ. അതെ അങ്കിൾ, 4 ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ട്. മോൻ കഴിക്കേ, വയറ് നിറയെ കഴിക്കേ കേട്ടോ. അങ്കിൾ, എന്റെ അമ്മയും പട്ടിണിയായിട്ട് കുറച്ചു ദിവസമായി. അമ്മയ്ക്കും കഴിക്കാൻ എന്തെങ്കിലും അതിനെന്താ, കിട്ടുമോ? ഞാൻ തരാലോ, ഇപ്പൊ തന്നെ തരാം. മോൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. എടോ 2 പ്ലേറ്റ് കൂടെ എടുക്ക്. അമ്മേ, 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 ഞാൻ ആഹാരം കൊണ്ട്. അമ്മേ, അമ്മേ, അമ്മ ഇങ്ങോട്ട് നോക്ക്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ, എന്തെങ്കിലും ഒന്ന് പറയ്. അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ, അമ്മേ, അമ്മേ. അങ്ങനെ അമ്മയെ എന്നെ വിട്ടു പോയി. അമ്മേ, ഞാൻ ഇന്ന് സത്യം ചെയ്യുവാ. അതായത് ഞാൻ ജീവനോടുള്ളവർക്ക് ഈ റാണിപ്പൂരിലുള്ള ആരും തന്നെ പട്ടിണിയായോ രോഗം വന്നോ ഒരിക്കലും അവര് മരിക്കില്ല. ഞാൻ പ്രതിജ്ഞ ചെയ്യാണ്. പറയൂ കുക്കുംബായ്, ഞാൻ ഏത് ജോലി ചെയ്താലാ വലിയ കോടീശ്വരനായി മാറാൻ പറ്റുക? കൽക്കരിയാ. ഇവിടെ കൽക്കരിയാണ് വൈരം. ഇവിടെ ആരുടെ കയ്യിലാണോ കൽക്കരി ഉള്ളത് അവനാണ് കോടീശ്വരൻ. നീ ഒരു കാര്യം ചെയ്യേ, കൽക്കരി മോഷ്ടിക്കണം. എന്തുകൊണ്ടില്ല, ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അത്. ഇൻഷാ അല്ലാ, നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ പണി ചെയ്യാം. കൊള്ളാം. എണീക്കേ, നീ എൻ്റെ കൂടെ വാ. നിന്നെ പോലെ വേറൊരു കുട്ടിയുണ്ട് എൻ്റെ കൂടെ. അവനും ഒരു അനാഥനാ കേട്ടോ. ഇന്ന് നിങ്ങൾ 2 ആളും ഒന്ന് പരിചയപ്പെട്. അതിനുശേഷം നിങ്ങൾ 2 പേരും കൂടെ ഈ ജോലി ഒരുമിച്ച് ചെയ്യണം. ഈ ദാരിദ്ര്യം എന്നെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു. അങ്ങനെയാണ് ഞാൻ ശങ്കർബായുടെ ജോലിക്കാരനായത്. താൻ എന്തുവാടോ ഈ പറയുന്നത്? സത്യമായി, ഇവരൊക്കെ ചെറിയ പിള്ളേരല്ലേടോ. ഈ പ്രായത്തിൽ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തെന്നോ? നിങ്ങൾ 2 ആളും കൽക്കരി കട്ടു, പോലീസിനെ അടിച്ചു. അതിശയം തന്നെ. ഇതുപോലത്തെ ജോലി ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാരെ ഞങ്ങൾ എങ്ങനെയാ കാണാൻ പറ്റുക? പറഞ്ഞേ. ഈ പിള്ളേർ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നേ. എന്താടാ നിന്റെ പേര്? എന്റെ പേര് വിക്രം ജീവൻ, രമേശ് കുമാരൻ. എന്റെ കൂടെ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. നോട്ട് തന്നാ മതി, അപ്പൊ എന്ത് ജോലിയും ചെയ്യും. എത്രയാ കൽക്കരി വേണ്ട? 1 ലോറി വേണോ? 2 ടാങ്കർ വേണോ? അല്ലെങ്കിൽ മൈതാനം മുഴുവനും വേണോ? ആ മൈതാനം മുഴുവനും വേണം. കിട്ടിന്ന് വിചാരിച്ചോ? എന്താ നിന്റെ അച്ഛന്റെ പേര്? വിശ്വൻ എന്നായിരുന്നു പേര്. ഒരു ദരിദ്രന്റെ കഷ്ടപ്പാടെന്താണെന്ന് എനിക്ക് നന്നായി അറിയാം സാർ. അതുകൊണ്ട് ഞാൻ സാറിനോട് പറയുകയാണ്, സാറ് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ രാജ്യത്തിന് ആവശ്യമുണ്ട്. എന്നാ ഞാൻ വരട്ടെ സാർ. പോയിട്ട് വാ.
അച്ഛനെ കൊന്നത് ആരാണെന്ന് ഞാൻ നിനക്ക് കണ്ടുപിടിച്ചു തരാം. ഈ കൊല ചെയ്തത് ആരെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ആരാ ഇത് ചെയ്യാ? വിക്രം. വിക്രം? ആ, സാറിനെ കൊല്ലുന്ന വിക്രമല്ലേ ഭീഷണിപ്പെടുത്തിയത്? അയാളാ കൊന്നത്. സത്യമല്ലേ? അയാളാ കൊന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ വിക്രമിനെ അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യും, ഉടനെ തന്നെ ചെയ്യും. പക്ഷെ അവൻ എവിടെയാന്ന് അറിഞ്ഞാലേ പറ്റുള്ളൂ. അതാ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എടോ, സാറിന്റെ ബോഡി എടുത്തോണ്ട് വന്നേ. പതുക്കെ. വിക്രം മോനെ എണീക്കാനാ പറഞ്ഞേ. എന്താ? പോക്കോ, വേഗം ഇവിടുന്ന് പോക്കോ. എന്താ വേഗം ഈ ബാഗ് എടുത്ത് പോവാനാ പറഞ്ഞേ. വേഗം ചെല്ലേ. ആ തുണിയൊക്കെ വേഗം എടുത്ത്. കാര്യം എന്താണെന്ന് പറ കുക്കുംബായ്. ഇൻസ്പെക്ടർ അഭിജിത്തിനെ കൊന്നു കളഞ്ഞിരിക്കുക. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതുകൊണ്ടാ നിന്നോട് ഇവിടുന്ന് വേഗം ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞേ. അല്ല, അയാളെ കൊന്നതിന് ഞാനെന്ത് പിഴച്ചു? പോലീസുകാരൊക്കെ പറയുന്നത് നീയാണ് അവനെ കൊന്നെന്നാ. ഞാൻ പോലീസിനോട് പറഞ്ഞോളാം ഞാനല്ല കൊന്നതെന്ന്. മോൻ പറയുന്നൊന്നും പോലീസ് വിശ്വസിക്കില്ല. അതാ നോക്ക്, ഇതെല്ലാം മനഃപൂർവ്വം ആരോ കെട്ടിച്ചമയ്ക്കുന്ന. മനസ്സിലായോ? നോക്ക്, നീ വേഗം ഇപ്പൊ തന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഞാൻ പറയുന്നത് ഒന്നും മിണ്ടണ്ട. ഇറങ്ങ്, വേഗം ഇറങ്ങ്. കൊയിലാണ്ടി ചെന്നിട്ട് റഹീം അങ്കിളുടെ കട ഏതാന്ന് ചോദിച്ചാൽ അവര് പറയും. ഞാൻ അയാൾക്ക് ഫോൺ ചെയ്യാം. ബായ്, വളരെ സൂക്ഷിക്കണേ. കൽക്കരി മാഫിയയിലെ വിക്രമാണ് എൻ്റെ ഏട്ടനെ കൊന്നേ. ഹലോ, ഇത് ഞാനാ ജീവൻ. പറയൂ ജീവൻ. നാളെ പ്രിയെ കാണാൻ പറ്റുമോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നോക്കി, നാളെ ഞാനൊരു സർപ്രൈസ് തരുന്നതാണ്. ഞാൻ തീർച്ചയായും നിന്നെ വന്ന് കാണുന്നു. ഓക്കെ? ശരി. നീ എന്താ യൂണിഫോമില്? എന്താ ഞെട്ടിപ്പോയല്ലേ? ഈ കാണുന്നത് സത്യം തന്നെയാ. അതെ, പോലീസ് ഫോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ നിന്നെ ആദ്യമായി കണ്ട അന്ന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയായിരുന്നു. പക്ഷെ കോളേജിലെ ഫൈനൽ എക്സാമിന് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. റാണിപ്പൂരിൽ എൻ്റെ ഏട്ടനെ കൊന്നില്ലേ വിക്രം, അതേ സ്ഥലത്ത് തന്നെയാ. ഇന്ന് വരെ അവനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ശപഥം എടുത്തിരിക്കുക, എന്റെ ഏട്ടനെ കൊന്ന ആ വിക്രമിനെ ഞാൻ തന്നെ പിടിച്ചു കൊലക്കയറിലേറ്റു. ഏട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി. ശരി, ഞാൻ എന്തായാലും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് നിന്റെ ചേട്ടന്റെ കൊലയാളിയെ എത്രയും പെട്ടെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന്. ജീവൻ, ഞാൻ റാണിപ്പൂരിലേക്ക് പോവാം. നീ അങ്ങോട്ട് വരില്ലേ? ഞാൻ തീർച്ചയായിട്ടും വരും. ഇന്ന് നീ എനിക്കൊരു വലിയ സർപ്രൈസാ തന്നത്. ഞാനും റാണിപ്പൂരിൽ വന്ന് നിനക്കൊരു സർപ്രൈസ് തരാം. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. പോയിട്ട് വാ മോളെ. ഞാൻ പോവാ ഏടത്തി. ഇതെന്താ ഏടത്തി, എന്തിനിങ്ങനെ കരയുന്നേ? എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല. എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു. അതായത് നീ ഇപ്പോ ആ റാണിപ്പൂരിലേക്കല്ലേ പോകുന്നേ? ഏടത്തി ഒന്നും പേടിക്കണ്ട. എനിക്കൊന്നും സംഭവിക്കില്ലെന്നേ.
ഏട്ടനെ കൊന്ന വിക്രം ഇപ്പോഴും ശിക്ഷ കിട്ടാതെ നടക്കുക. അവനെ ഞാൻ തന്നെ അറസ്റ്റ് ചെയ്യടത്തി. എന്നാലേ നമുക്ക് ന്യായം കിട്ടൂ എടുത്തി. പ്രിയ പറയുന്നത് ശരിയാ മോളെ. എന്റെ മകനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടുന്നത് വരെ എന്റെ മനസ്സിനൊരു സമാധാനവും കിട്ടില്ല. അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട അച്ഛ. നിങ്ങളുടെ രണ്ടുപേരുടെ അനുഗ്രഹം എന്റെ കൂടെയുള്ളപ്പോ ചേട്ടൻ പാതിക്ക് വെച്ച് നിർത്തിയ ജോലി ഞാൻ തന്നെ അത് മുഴുവനാക്കും. റാണിപ്പൂരിലുള്ള എല്ലാ കൽക്കരി മാഫിയനെ പിടിച്ച് ഞാൻ തന്നെ കഠിനമായി ശിക്ഷിക്കുകയാണെങ്കിൽ അവരൊരിക്കലും അത് മറക്കില്ല. പൈസ എടുക്കടാ. ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ തന്നെ ആകെ കുറവാ. ഞങ്ങള് കൂലിപ്പണി ചെയ്തല്ലേ കുടുംബം നോക്കുന്നേ. ഇങ്ങനെയൊക്കെ ചെയ്ത ഞങ്ങൾ എന്ത് ചെയ്യും? എടാ നിന്നോടൊക്കെ പൈസ വെച്ചിട്ട് കളിയാക്കുന്ന പീസാക്കടാ. ഇന്നിവിടെയുള്ള കൂലിപ്പണിക്കാരും തന്നെ നിനക്ക് ഇനി പൈസ തരില്ല. ആരാണോ ഈ ചേച്ചി എഴുന്നേക്കുള്ളത്? വിട്ടോളണം ഇവിടുന്ന്. കൊന്ന് കൊക്കയില് താത്തും ഞാൻ. അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ. കാരണം നിന്റെ ശരീരം ഉണ്ടാവും, പിന്നെ കൈ ഉണ്ടാവില്ല. അല്ലെങ്കിൽ കൈ ഉണ്ടാവും, പിന്നെ നിന്റെ ശരീരം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഒരു പണിക്കാരി പോലും നിനക്ക് കൂലി തരില്ല. ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. എവിടെയെന്ന് പറയാൻ? നടക്ക്. എടോ ഇവിടെ വന്നേ. എടാ ആരാടാ ഇവിടെ പിടിച്ചിട്ടത്? എടോ അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഓടോ അവിടുന്ന്. ലോക്കിയാ വന്നേക്കുന്നത്. ഈ ഒന്നും അറിയാത്ത പിള്ളേരെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? ഒന്നും അറിയാത്ത പിള്ളേരോ? ഈ ഒന്നും അറിയാത്ത പിള്ളേര് ഒന്നും അറിയാത്ത പണിക്കാരടുത്തുനിന്ന് കൈക്കൂലി വാങ്ങിക്കായിരുന്നു. ഇതിന് നിങ്ങൾക്ക് എന്താ സംഭവിച്ചേ? ഇത് എന്റെ ജോലിയാ, എന്റെ ഡ്യൂട്ടി, അറിയോ? താനൊക്കെ എത്ര നന്നായിട്ട് ഡ്യൂട്ടി നോക്കണമെന്ന് എനിക്കെല്ലാം അറിയാം. അതെ ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യം കൂടുതലാ. ഒരുപാട് കളഞ്ഞാലേ പിടിച്ചാൻ അകത്തിട്ട് പൂട്ടും, കേട്ടല്ലോ? ഈ കാര്യത്തിലൊക്കെ തലയിടാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ആരാന്ന് പറഞ്ഞേ? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്ന് അറിയണമെന്നുണ്ടോ എനിക്ക്? മാഡം മര്യാദയ്ക്ക് ഡ്രസ് ഇട്ടിട്ട് ചേംബറിൽ റിപ്പോർട്ട് ചെയ്യാൻ പാ. ശരി മാഡം. എന്റെ ഏട്ടൻ ആരുടെ കണ്ണും അസൂയും ഒന്നും പെടരുത്. എന്റെ ഏട്ടൻ എന്നും ദീർഘായുസായിരിക്കണം, എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. കമിൻ. യെസ് മാഡം പറയൂ. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യത്തെക്കുറിച്ച് ഐ ഡോണ്ട് കെയർ. എന്നാൽ ഇന്ന് മുതൽ ഈ സ്റ്റേഷനിൽ ഞാൻ പറയുന്നത് പ്രവർത്തിക്കാവൂ. എനിക്കറിയാം ഇവിടെയുള്ള ചിലരൊക്കെ പണക്കാരും ഗുണ്ടുകളൊക്കെ പറയുന്നത് കേട്ട് മാത്രം ജീവിക്കുന്നവരാ. അതൊക്കെ ശരിക്കൊന്ന് മാറ്റിവെച്ച് ഒരു പോലീസുകാരനായിട്ട് ജീവിക്കാൻ പഠിക്കണം എല്ലാരും. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ക്രിമിനൽസിനെ പോലെ ലോക്കപ്പിനകത്തായിരിക്കും. ശരി മാഡം, അങ്ങനെ തന്നെ ചെയ്യാം. എല്ലാ സ്ഥലത്തും പോലീസ് ഫോഴ്സ് വേണം. എല്ലാ വാഹനത്തിന്റെ ലീഗൽ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യണം. ഇവിടത്തെ ക്രിമിനലിന്റെ ശരിക്കുള്ള പവർ കൽക്കരിയാണ്. എന്നെങ്കിലും ഒരു ദിവസം ഈ ബിസിനസ് അങ്ങ് നിർത്തേണ്ടി വന്നാൽ അന്ന് അവന്മാരുടെ ജീവിതത്തിൽ ഇരുട്ട് കയറി തുടങ്ങും. ഇസ് ദാറ്റ് ക്ലിയർ ടു ഓൾ?
Is that clear to you? Yes, madam, madam. നിക്ക് എന്താ പോലീസേ? ചലാൻ അവിടെ. ഇത് ശങ്കർ സാറിന്റെ വണ്ടിയാണ്. ശങ്കർ സിംഗിന്റെ ഒന്ന് അറിയണ്ട, മര്യാദക്ക് ചലാൻ കാണിക്കേ. മേഡം അവിടെ ഇരിക്കുന്നുണ്ട്, ഇറങ്ങി വന്ന് ഏത് മേഡം? പുതിയൊരു മേഡം. ഞാൻ നോക്കട്ടെ. നടക്ക്. അത് ഏതായി മേഡം? എന്റെ അമ്മോ, അയ്യോ. എന്താടോ ചലാനില്ലല്ലേ? ഇല്ല മേഡം. എണീക്കടോ. ഇന്ന് മുതൽ ചലാനില്ലാതെ ഈ വഴിക്ക് ഒരു വണ്ടിയും ഓടത്തില്ല കേട്ടോ. ഇല്ല ശരി മേഡം. മിസ്റ്റർ ദാസൻ, യെസ് മേഡം. ഇവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യേ. ട്രക്ക് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. ഓക്കെ മേഡം. ചേച്ചിയോ? അതേത് ചേച്ചിയാടോ? സ്റ്റേഷനിൽ പുതിയ ചാർജ് എടുത്ത സാറാ. ഭയങ്കര സാധനമാണ്. ആ സ്ഥലത്ത് വന്നപ്പോ തന്നെ ഭയങ്കര ബഹളമാണ്. ഈ നാട്ടിൽ ഇപ്പൊ ചേച്ചിമാരുടെ ബഹളം തന്നെയാ. ഇതിപ്പോ ഏത് ചേച്ചിയാടോ? ഇപ്പൊ ഓരോ പോലീസ് സ്റ്റേഷനിലും ഇങ്ങനെ ഓരോ ചേച്ചിമാര് വരാൻ തുടങ്ങിയ നമ്മുടെ ബിസിനസ് കട്ടപ്പോകയാവുമല്ലോ. എന്താ ശരിയല്ലേ? അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തുമാത്രം പണിയുണ്ട്. അവർക്ക് വീട്ടു ജോലിയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്, ഭർത്താവിനെ നോക്കാനുണ്ട്. എന്നിട്ടൊരു തോക്കും പിടിച്ച് പോലീസാന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. എടാ ശിവ, ആ കള്ള മന്ത്രിയെ വിളിക്കേ. എന്താണ് ആരാടാ സ്റ്റേഷനിൽ പുതിയ ചേച്ചി വന്നേക്കുന്നേ? അവൾ എന്റെ കൽക്കരി വണ്ടികളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നേ. എന്നിട്ട് എന്റെ ജോലിക്കാരെ പിള്ളേരെ പിടിച്ച് അവള് ലോക്കപ്പിൽ അടച്ചോണ്ടിരിക്കുക. ഇപ്പോ അവളെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ ചേച്ചി വലിയ ചേച്ചിയുടെ അനുവാദം മേടിച്ചിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്താലേ എന്റെ മന്ത്രിപദം പോയിട്ടേ മന്ത്രിമാരുടെ വീടൊക്കെ തൂത്തുവാരുന്ന ജോലി ചെയ്യേണ്ടി വരും ഞാൻ. എടോ കള്ള മന്ത്രി, നായിന്റെ മോൻ, അവൻ ഫോൺ കട്ട് ചെയ്തിരിക്കുന്നു. താൻ പോയ സ്ക്രൂ ഡൈറ്റ് ചെല്ല്. ആ ഇതെന്തുവാടാ? നീ ബാഗ് എടുത്തോണ്ട് എങ്ങടാ പോകുന്നത്? ഞാൻ എന്റെ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് പോവാ. ഒരു ജോലിയുണ്ട്. നീ എന്താ നേരത്തെ പറയാൻ? നിനക്ക് എന്താ എപ്പോഴാ ആവശ്യം? തിരിച്ചു വരുന്നേ? നീ ഒന്നും മിണ്ടായിരുന്നേ. നീ പോയി നിന്റെ ജോലി നോക്കിയേ. എപ്പോഴാ ഇനി തിരിച്ചു വരിക? ഞാൻ ജീവനോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരും. എന്താ ഇത്? ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ കാര്യവും പറയാം. ഞാൻ ഇറങ്ങട്ടെ. നന്നായി വാ. ഇക്ക ശ്രദ്ധിക്കണേ. എന്തു പറ്റി? അവരെന്തിനാ നിന്നെ തല്ലിയേ? എനിക്കറിയില്ലേക്ക. നീ ഇവിടെ നിന്നേ.
അല്ല നീ ഇവിടെ എന്താ കാര്യം? ആ അതെ അതെ, നിന്നെ കുറെ അന്വേഷിച്ചു. ഇവരൊക്കെ ആരാ? എന്നെത്തിനാ തല്ലാൻ വന്നത്? എല്ലാം പറയാൻ ഞാൻ. നീ ആദ്യം എന്റെ കൂടെ വാ. നീ എന്ത് തോന്നിയ ദിവസം പറയുന്നേ? ശങ്കർ സിംഗോ? എന്നെ കൊല്ലാൻ അയാളാണോ ആളെ വിട്ടെ? അതേന്നെ, സത്യമാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല വിക്രം, അഭിജിത്ത് സർക്കാരിനെ അവൻ കൊല ചെയ്തിട്ട് കുറ്റം മുഴുവൻ നിന്റെ മേലിലാക്കി. പക്ഷെ എന്തിനതൊക്കെ? കാരണം അഭിജിത്ത് സർക്കാർ നിന്റെ അച്ഛന്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വീണ്ടും ഫയൽസ് ഒക്കെ എടുത്തു. അത് അവിടെയുള്ള ഒരുത്തിന് മനസ്സിലായി. അതായത് നമ്മുടെ ഭായിയുടെ റൈറ്റ് ഹാൻഡില്ലേ ഒരുത്തൻ, അവൻ ചെന്ന് ശങ്കറിനോടെല്ലാം പറഞ്ഞു കൊടുത്തു. എന്താടോ എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നം? കുഴപ്പമില്ല സാർ, എഞ്ചിൻ എന്തോ ഒരു പ്രത്യേക പ്രശ്നമാണ്. ഞാൻ നോക്കിക്കോളൂ സാർ. സാർ നോക്കണേ സാർ, ഞാൻ നോക്കണം. സാർ നോക്കിക്കോളൂ സാർ. വാടാ. भारत माता की जय. അങ്ങനെ ഇവന്റെ പണി തീർത്തു. ഇവനെ കൊണ്ടുപോയി ആ കൽക്കരി മൈതാനത്തിലിട്. ശരി സാർ. അന്വേഷണം തുടങ്ങാൻ വീണ്ടും ഫയൽസ് ഒക്കെ എടുത്തു. അത് അവിടെയുള്ള ഒരുത്തിന് മനസ്സിലായി. ആരായിരുന്നു എന്ന് പറ. നിനക്കറിയാലോ ആരെന്ന് പറ. ശങ്കർ സിംഗ് ആ കൊന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന മാത്രമല്ല, അവനെ പരിചയമുണ്ട്. അവൻ ആ കൽക്കരി തൊഴിലാളികളുടെ നേതാവായിരുന്നു. എന്റെ കൽക്കരി മോഷണം പിടിച്ച് പോലീസുകാർക്ക് രഹസ്യ ഫയൽ കൊണ്ടുപോകുമ്പോ ഞാൻ അവനെ എന്റെ സ്വന്തം കാർ കയറ്റി ഞാൻ അവനെ കൊന്നു. അവനിനി മിണ്ടാതിരിക്കാൻ. അതായത് ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ വിക്രം? ഞാനിപ്പോ ഒരു കാര്യം പറയാം. അവൻ തീർച്ചയായിട്ടും വരൂ ഇവിടെ. നിന്നോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എന്ന് അവൻ അറിയാം. പക്ഷേ ശങ്കർ സിംഗിന് ഒരു കാര്യം അറിയില്ല. എന്നാണ് ഈ സത്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്ന ദിവസം, അന്ന് അവന്റെ ജീവിതത്തിൽ അവസാന ദിവസം. അവൻ എന്റെ കൈ കിട്ടിയ തുണ്ടം തുണ്ടാക്കും ഞാൻ. മറ്റുള്ളവരൊക്കെ അത് കണ്ട് ശ്വാസം നിലച്ചു പോകും. ഈ സിറ്റിയിൽ തന്നെയുണ്ട്. അതെ സാറേ, അതെ, എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആള് വിക്രമിനെ കൊന്നില്ല, പകരം വിക്രമാണ് അവനെ കൊന്നിരിക്കുന്നത്. വിക്രമിനെല്ലാം മനസ്സിലായി. ഭായ് ഭായ് എന്തു പറ്റി? എന്തു പറ്റി ഭായ്? ഇനി എന്താ ഉണ്ടാവുക? അവന് രക്ഷയില്ല. എനിക്ക് നന്നായിട്ടറിയാം. ആ നായിന്റെ മോൻ ഇവിടേക്ക് തന്നെ വരുമെന്ന് എനിക്കറിയാം. ഒരുപാട് വർഷങ്ങളായിട്ട് അവൻ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നേ. ഞാനൊരു പാമ്പിനെ ആയിരുന്നു വളർത്തിയത്. അതിനെ കൊന്നേ പറ്റൂ. ഈ പാമ്പിനെ ഞാൻ കൈകൊണ്ട് ഞെരിച്ചമർത്തി കൊന്നുകളയും. വിക്രം, ശങ്കർ സിംഗ് എവിടെയാന്ന് പറ. എവിടെയാന്ന് പറയാൻ പറയടാ. നിന്നോട് ഇവിടുന്ന് വേഗം ഇറങ്ങി പോവാൻ ഞാൻ പറഞ്ഞേ.
മാഡം, വിക്രമിനെ കുറിച്ചുള്ള വിവരം കിട്ടി. വിക്രം എവിടെയുണ്ട് അയാള്? ഈ സിറ്റിയിൽ തന്നെയുണ്ട്. ആ മൈതാനത്തിലാ ഉള്ളേ. വാ മോനെ, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇവിടെ. ഞാനും നിന്നെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, അറിയോ? Follow me. എടോ, താനാണല്ലേ ആ ശങ്കറിന്റെ കൂടെ നിന്ന് എല്ലാവരെയും പറ്റിക്കുന്നത്. കൊണ്ടുപോയി അയാളെ. നിർത്തു വിക്രം. ശങ്കർ സിംഗിനെ വിടാൻ. നിയമം തെറ്റിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും. പറഞ്ഞത് കേട്ടില്ലേ? വിടാനാ പറഞ്ഞേ. പറയുന്നത് കേക്ക്. You are under arrest. I said turn. Turn. നീയോ? നീയാണോ വിക്രം? അതെ പ്രിയ, ഞാൻ തന്നെയാണ് വിക്രം. ജീവനും ഞാൻ തന്നെയാ. ഞാനാണ് നിന്റെ ചേട്ടനെ കൊന്നത്. ബാ, എന്നെ വേഗം അറസ്റ്റ് ചെയ്തോളൂ. ഇല്ല ജീവൻ, എനിക്കറിയാം എന്റെ ഏട്ടനെ നീയല്ല കൊന്നതെന്ന്. എന്റെ ഏട്ടനെ കൊന്നത് ആ ശങ്കർ സിംഗ് ആണ്. നിനക്കെങ്ങനെ മനസ്സിലായി? നിന്റെ കൂട്ടുകാരൻ രമേശൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു.